രാഘവ, സുന്ദരിയായ ഒരു ഭാര്യ, സുന്ദരനായ ഒരു മകൻ, എനിക്കൊരു നിമിഷം ചേട്ടൻ ഇത് കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും കണ്ടുണ്ട്. അന്ന് വഴിപ്പിടി ആലോചിക്കാൻ സമയം അന്നോട് പുള്ളിക്കാരൻ പറഞ്ഞു. അന്ന് എന്റെ അപ്പിയറൻസ് ജഗതിയുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ ചെന്നോട് പറഞ്ഞു ജഗതി നിൽക്കുന്ന പോലെ ഓർമ്മ വരുന്ന അത് നമ്മൾ ഇവിടെ വെച്ചാണ് ചെയ്തത്. ഞാൻ ഇപ്പോഴും ഓർമ്മയില്ല. ആലപ്പുഴ വെച്ച് അന്ന് നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിൽ കയറി ചെല്ലുന്നത്. അതാ ഞാൻ പറയും മുടിയുടെ കാര്യം ഞാനിപ്പോഴല്ല അതല്ലേ പറഞ്ഞേ. അത് എന്റെ ഒരു കോസ്റ്റ്യൂം മറന്നു വെച്ചിട്ട് ഞാൻ ഒരു ഷർട്ട് അവിടെ മറന്നു വെച്ചിട്ട് എം എൻ നമ്പ്യാരുടെ ഫിഗർ പിടിച്ച് നമ്മൾ ഇങ്ങനെ പറയും. ഈ മുഖം അങ്ങനെയൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഫിഗർ ചെയ്യാൻ പറ്റും. ശരിയാ, ഓടിപ്പോയില്ലേ ഇങ്ങനെയൊക്കെ പിന്നെ ചെയ്യാൻ പറ്റും. ചേച്ചിയുടെ തന്നെ ശാന്തകുമാരി ചേച്ചി. ശാന്തകുമാരി ചേച്ചി അന്ന് ഇവിടെ ഇതാണ് പുന്നപ്രമോദനെ പറഞ്ഞിരുന്നൊരു പുന്നപ്രയാണ് എന്നെ പറഞ്ഞു. സസ്പെൻസ് ഇതായിരുന്നു. സസ്പെൻസ് ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നു. സസ്പെൻസ് അത് ഭയങ്കര സസ്പെൻസ്. അത് ഒത്തിരി തുണി ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോ ഞാൻ അടുത്ത് ചെന്ന് വർത്താനം പറയുമ്പോൾ എനിക്കൊരു കരയേണ്ട ഒരു സീനുണ്ട് അതിനകത്ത്. പക്ഷെ അന്ന് ഓട്ടോമാറ്റിക്കലി എന്റെ കണ്ണിക്കൂടി വന്നു. ശോഭേ, ഞാനൊരു വികാര ജീവി. പുള്ളിക്കാരനൊക്കെ ചെയ്യുമ്പോ ഒരു മീശയൊക്കെ ഹലോ മിഷൻ ബാബു, അതുപോലെ സുരേഷ് ഗോപിയുടെ ഞാൻ ഈ പുതിയ ചെയ്യുമായിരുന്നു കോടീശ്വരൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇതുപോലെ നല്ല അജാനുഭാവവും നല്ല രസവുമാണ്. പക്ഷെ പുള്ളിക്കാരനെ ഫിഗർ മണ്ടിപ്പിന്നെ അശാരതി ഒരു ശാലം ഇട്ട് കൊടുത്താലേ കിട്ടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നും ഇടാതെ കിട്ടാനായിട്ട് പറ്റുന്ന ഒറ്റ നടനെ ഞാൻ ഇപ്പൊ ജയനല്ലാതെ ആരുമില്ല. നമുക്ക് ഇപ്പം മിമിക്രിക്കാർക്ക് തെറ്റി പറയാൻ പറ്റത്തില്ല, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം അവരിത് പക്ഷെ അവര് ഒറിജിനൽ ജീവിതത്തിൽ അവർ ആ സാധനമല്ല കാണിക്കുന്നത്. എന്നോട് എന്റെ നോക്കി നോക്കി പറഞ്ഞിരിക്കും ജഗതിയിലൊക്കെ എന്നെ അങ്ങനെ അറിയുന്നത്. ഞാൻ ഈ മിമിക്രി ഫീൽഡിൽ സജീവമാകുന്നതിന് മുമ്പേ എന്നെ ഒരു ബന്ധമുണ്ട്. ഏകദേശം തന്നെ ഒരു 15 വർഷം മുന്നേ ഉള്ളൊരു ബന്ധമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതുവരെ പിടിയിട്ടിട്ടില്ല നമ്മൾ എങ്ങനെ ഏത് മേഖലയിലാണ് നമ്മൾ കണ്ടുമുട്ടിയത്. ഓർമ്മ സ്റ്റുഡിയോ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റുമോ താരൊക്കെ അമേരിക്ക പോയി ഏതോ റിട്ടയർഡ് സായിപ്പിന് അനുവദിച്ചു കണ്ടിട്ട് അവരെ വന്ന് അതിശയത്തിലുണ്ട്. ആ പ്രോഗ്രാം അവര് അതിന്റെ പ്രൊഡ്യൂസർ ചെന്നൈക്കും പോയി. ഞങ്ങൾ നേരെ വീട്ടിൽ എല്ലാ പ്രേക്ഷകർക്കും ശ്രേയാസ് വേൾഡിലെ സ്വാഗതം. നമ്മുടെ ചാനൽ ഏകദേശം 1K ആയിട്ടുണ്ട്. 1 മില്യനൊക്കെ എത്തുന്ന സമയത്ത് 1K എന്ന് പറയുന്നത് വളരെ എന്താ പറയുന്നത് കുറവാണെങ്കിൽ കൂടി തന്നെ ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്. അതിന് നിങ്ങൾ നൽകിയ പ്രോത്സാഹനം എത്ര പറഞ്ഞാലും മതി വരത്തില്ല. അപ്പോൾ ഈ തിരുവോണ നാളിൽ നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങൾ നൽകുന്ന ഒരു സ്നേഹോപഹാരം എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ ഒരു നല്ലൊരു കലാകാരനെയാണ് നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അപ്പോൾ നമുക്ക് കലാകാരനെ ഈ രീതിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. സ്റ്റാലിൻ, എങ്ങനെയുണ്ട് കലാരംഗത്തേക്ക് വന്നത് ഒന്ന് പറയാം, അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാം. കലാരംഗത്തേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല ചാനൽ ഇതുപോലെ ഇന്റർവ്യൂ വരുമ്പോഴെല്ലാം പറയുന്നതാണ്. അത് ഉള്ള കാര്യമാണ്. അത് എൻ്റെ ഫാദർ ഒരു സിനിമ ഓപ്പറേറ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമ തിയേറ്ററിൽ ഞാൻ കുഞ്ഞിലെ മുതലേ, അതായത് നടക്കുന്ന പ്രായം മുതലേ ഞാനത് സിനിമ കണ്ട് അങ്ങനെ അതിനോടൊരു ഭയങ്കര ഒരു ക്രേസായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ മിമിക്രിക്കാരെ കണ്ട് ഫിഗർ അംഗീകരിക്കുന്നതല്ല. നമ്മൾ ഒറിജിനലായിട്ടുള്ള സിനിമാ താരങ്ങളെ കുഞ്ഞിലെ മുതൽ കണ്ട് അവരെ ഒറിജിനൽ ആൾക്കാരെ കണ്ട് നമ്മൾ പഠിച്ച് അവരെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. മിമിക്രി ഫിഗറും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഫീൽഡ്. ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുള്ള പോലെ മിമിക്രി പാട്ടും അതെല്ലാം പരിപാടി നാടകം എല്ലാം ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു മലയാളം ടീച്ചർ എന്നോട് എന്റെ നോക്കി പറഞ്ഞു എനിക്ക് ജഗതിയുടെ ഫിഗർ ഉണ്ടായിരുന്നു. അതെയോ? അതേത് പ്രായത്തില്? 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്.
അപ്പോൾ എൻ്റെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട് ഞാൻ ജനിച്ചത് മങ്ങോട്ട് കോട്ടയത്താണ്, തിരുവാതിക്കൽ. അവിടെ നിന്നൊരു 26 വയസ്സോളാണ് ഞാൻ അവിടെ നിന്ന് മാറുന്നത്. അവിടെ ഉള്ളവർക്കൊക്കെ എന്നെ അങ്ങനെ അറിയുന്നത്. ഞാൻ ഈ മിമിക്രി ഫീൽഡിൽ സജീവമാകുന്നതിന് മുമ്പേ എന്നെ എല്ലാവരും ജഗതി കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കഴിവ് വീട്ടില് കണ്ടിരുന്നോ ഇങ്ങനെയുള്ള? ചെറുപ്പം മുതൽ നമ്മളിങ്ങനെ കലാഫീൽഡായിരുന്നു. അവിടുത്തെ അതായത് നമ്മുടെ നാടുകളിൽ ഇപ്പോഴത്തെ കല്യാണങ്ങൾ നടക്കുമ്പോൾ എല്ലാം അന്നും ഉണ്ട്. ആ കാലത്തും നമ്മൾ വാടകയ്ക്ക് അവിടെ നിന്നൊക്കെ സാധനം എടുത്തു പോകുന്നിട്ട് ഗാനങ്ങൾ നടക്കും, മിമിക്രി നടക്കും. അന്ന് പോലെ മിമിക്രി നമ്മളൊരു ഇപ്പോഴുള്ള സജ്ജീകരണങ്ങളോ ചാനൽ ഷോകളോ അങ്ങനെയുള്ള ഒന്നുമില്ല അന്ന്. നമ്മളുള്ള സ്റ്റേജ് ഷോസ് മാത്രം. പിന്നീടുള്ള ചാനലുകളൊക്കെ വരികയും ദൂരദർശനൊക്കെ വന്നത്. പിന്നെ പ്രേക്ഷകർക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ തമ്മിൽ നേരത്തെ ഒരു ബന്ധമുണ്ട്. ഏകദേശം പറഞ്ഞാൽ ഒരു 15 വർഷം മുന്നേ ഉള്ളൊരു ബന്ധമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതുവരെ പിടികിട്ടിട്ടില്ല നമ്മൾ എങ്ങനെ ഏത് മേഖലയിലാണ് നമ്മൾ കണ്ടുമുട്ടിയെന്നുള്ളത്. അതൊരു സസ്പെൻസ്. ഇപ്പോ നിലവിലെ ട്രൂപ്പൊക്കെ ഉണ്ടോ? എനിക്കിപ്പോൾ ഒരു ട്രൂപ്പുണ്ട്. അതായത് ഇപ്പം ഒരു ഗാനമേള അല്ലല്ല അതിന്റെ പ്രോഗ്രാം കഴിഞ്ഞ സീസൺ കുറച്ച് നമ്മൾ കുടുംബൂരും മലപ്പുറം കുടുംബൂരിൽ തന്നെ 2 ഷോ ചെയ്തു. പിന്നെ കുടുംബൂർ അമ്പലത്തിൽ ചെയ്തു. പിന്നെ അവിടെ തൊട്ടടുത്ത് നക്ഷത്ര ജലോത്സവം എന്ന് പറഞ്ഞ 19-ാം തീയതി അതും ചെയ്തു. പിന്നെ മലപ്പുറത്തും പിന്നെ വേറെ കുറേ സ്ഥലങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ അത് നമ്മളൊരു ജ്യേഷ്ഠ സഹോദരൻ കൂടെ പറയാൻ പുള്ളിക്കാരനാണ് അതിൻ്റെ പ്രൊഡ്യൂസറും പ്രോത്സാഹനം പറയുന്നത്. അവർ വലിയ മനുഷ്യൻ ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. രാജാതിരാജ എന്തോ സിനിമ മമ്മൂട്ടിയുടെ കൂടെ ഒരു സിനിമയ്ക്കകത്ത് ചെയ്തത്. അതിനകത്ത് ഞാൻ നമ്മുടെ നെൽസൺ ഉണ്ട്. പിന്നെ മിമിക്രിക്കാരായിട്ട് ഞാൻ നെൽസന്, പിന്നെ ഒരു കോട്ടയം ദിലീപ്, പിന്നെ ശ്യാം നിർമ്മങ്ങളുണ്ട്, ശ്യാം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങളൊരു 4-5 പേര് അതിനെ ചെയ്യാറുണ്ട്. കട്ട് ചെയ്ത് ഫിലിമൊക്കെ ചെയ്തത് ഞങ്ങളുടെ സ്റ്റേജ് ഷോസ് മാത്രമായി. കുറേ ഡയലോഗ്സ് ഒക്കെ അന്ന് എടുത്തായിരുന്നു സെപ്പറേറ്റ് ആയിട്ട്. ലെങ്ത് കൂടി അത് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മുഖം നമ്മുടെ ചങ്ങനാശ്ശേരി റൂട്ടിലേക്ക് പോകുന്ന സമയത്ത് ഓർമ്മ സ്റ്റുഡിയോ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണാം ഈ ഒരു മുഖം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയത്. അങ്ങനെ കോട്ടയത്തിന്റെ അഭിമാന താരമാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം നമുക്ക് ഈ ഓണം നാളിൽ ചെലവഴിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. വീട്ടില് ആരൊക്കെയുണ്ട്? വീട്ടില് ഇപ്പം വൈഫും 2 കുട്ടികളും ഞാൻ മാത്രം. അച്ഛനമ്മ ഉണ്ടായിരുന്നു. അച്ഛനും മരിച്ചിട്ടൊരു 3 വർഷത്തിന് മേലെ. അമ്മ മരിച്ചിട്ടൊരു 7 മാസമായി. 7 മാസമായി. സ്ട്രോക്കൊക്കെ വന്നു. അത് ഫ്ലവേഴ്സിൽ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നപ്പോൾ അന്ന് അമ്മ അച്ഛനും പ്രസംഗത്താണ്. അതിന് ശേഷം പിന്നെന്താണ് നമ്മുടെ ഈ മേഖലയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു പുതിയൊരു കലാകാരൻ ഇപ്പം ഈ മേഖലയിലേക്ക് കടന്നു വരിക, അവരോട് എന്തായിരിക്കും പറയാൻ? മേഖല എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാം അതിനകത്ത് മിമിക്രിക്കകത്ത് എല്ലാം ഉൾപ്പെടും. പാട്ടും പിന്നെ ഫിഗറും വോയിസും സ്കിറ്റും എല്ലാം ഉൾപ്പെടും. ഇപ്പോഴുള്ളവർക്ക് എന്താ നല്ല സുഖമല്ലേ? കാരണം ഇപ്പോഴുള്ളവർക്ക് വലിയ കഷ്ടപ്പാടില്ല. അതായത് പഴയ കലാകാരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളൊക്കെ വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേജ് ഷോ ചെയ്താണ് നമ്മളെ ആൾക്കാർ അറിയുന്നത്. അന്ന് ചാനലുകളൊന്നും ഇതുപോലെയുള്ള ചാനൽ ഫെസിലിറ്റീസിനൊന്നുമില്ല. ഞങ്ങളൊക്കെ മിമിക്രി തുടങ്ങുന്ന സമയത്ത് ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് അവരുടെ കൂടെ പ്രോഗ്രാമിനൊക്കെ അവർ ഇൻ്റർവ്യൂവിനൊക്കെ വിളിക്കും. അവരുടെ ഷോസ് പോയി ചെയ്യും. കോട്ടയം നസീറിൻ്റെ കൂടെയൊക്കെ ആ സമയത്തൊക്കെ നമ്മളവിടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ആ ഷോയ്ക്ക്. അത് കഴിഞ്ഞാണ് പിന്നെ ചാനലുകൾ വരുന്നത്. ഇപ്പോഴുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ചാനലിലോട്ട് ഇഷ്ടംപോലെ അവസരമാണ്. ഇപ്പം നമ്മൾ ഇപ്പം സത്യം പറഞ്ഞാൽ എല്ലാവരും കലാകാരന്മാരും എല്ലാം കലാകാരൻ. വീട്ടിൽ ഇരുന്നാലും നമുക്ക് കഴിവുണ്ടെങ്കിൽ കലാകാരനാണ്. ഒന്ന് ശ്രമിക്കണമെന്നുള്ളൂ. ഇച്ചിരി കഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പൊ ഒരുപാട് പേര് അങ്ങനെ വീട്ടിലിരുന്ന് പാടി നമ്മുടെ അവരുടെ പേരിനായിരുന്നു ഈ വീട്ടിൽ ഒരു പാട്ടൊക്കെ പാടി ഫേമസ് ആയ ഒരു സാധാരണ ജോലി രാജഹംസം എന്നുള്ള പാട്ട് അടുക്കളയിൽ എന്തോ പണി അവരുടെ കൂടെ ഞാൻ ഷോ ചെയ്തിട്ടുണ്ട്. അവര് ഷോ ചെയ്തു.
അതാ പറഞ്ഞ അങ്ങനെ നമുക്കിപ്പോ ഇന്ന മേഖലയൊന്നുമില്ല. ഏത് മേഖലയിലുള്ളവർക്കും ഇപ്പൊ കഴിവുണ്ടെങ്കിൽ നേരെ ചാനലിലോട് വരാം, സിനിമയിലോട്ട് വരാം. നല്ല ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ നമ്മളൊരു ചാനലിലൊക്കെ ഞങ്ങളൊക്കെ തിരുവനന്തപുരം എറണാകുളത്തൊക്കെ മെനക്കെട്ട് ചാനലുകൾ ചെന്നിട്ടുണ്ട് ഒരു അവസരത്തിന് വേണ്ടി. ഇപ്പൊ അവർ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുക ചെല്ലാൻ ചെല്ലാൻ നോക്കാം. ഈ രംഗത്തേക്ക് വന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെ മാനസിക വിഷമങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഈ രംഗത്തേക്ക് വന്നിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. കാര്യം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഈ പ്രൊഫഷനോട് പറയുന്നത് നമ്മുടെ പറയാൻ പാടില്ല എങ്കിൽ പോലും പറയാൻ പാടില്ല, പറയണ്ട. അല്ല അങ്ങനെയല്ല, നമ്മുടെ ജീവിത രീതികളൊക്കെ നമ്മുടെ ഒരു വിശ്വാസ ഭവനമാണ് ഞങ്ങളുടെ ബന്ധക്കോസ്. അതായത് നമ്മൾ ബന്ധക്കോസുകാർ ഒരിക്കലും ഈ ചാനലുകളിൽ പോയി പ്രോഗ്രാം ചെയ്യുന്നതോ ഒന്നും അങ്ങനെ ഇഷ്ടമാണ് അവരൊക്കെ. പക്ഷെ നമ്മൾ ചെറുപ്പം മുതലേ ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിലുള്ളവരും അതുപോലെ ഞങ്ങളുടെ സുവിശേഷകർക്കാരൊക്കെ നമ്മൾ കാര്യം പറയും. ഇന്നവരാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. കുഞ്ഞിലെ പോലെ നമ്മുടെ ഉള്ളൊരു കഴിവാണ്. ഈ കഴിവ് നമ്മൾ ദുരുപയോഗപ്പെടുത്തുന്നില്ല. കാര്യം ഇപ്പം ഞാൻ ഈ പ്രൊഫഷണൽ ആയിട്ട് മറ്റു ജോലിക്ക് പോകാതെ 30 വർഷം അടുത്തായി. ഇപ്പോൾ ഈ മേഖല തന്നെ എൻ്റെ കല്യാണത്തിന് മുമ്പ് പോലെ ഞാൻ പ്രോഗ്രാം ഇറങ്ങിയതാണ്. അതിന് മുമ്പ് പ്രൊഫഷണലാക്കി എടുത്തു. പിന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ പിന്നെ അത്യാവശ്യം MRF-ലൊക്കെ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതും ഇത് സ്ഥിരമായി അത് നിർത്തിക്കൊണ്ട് ആ ജോലി നിർത്തി പിന്നെ ഇതിൽ തന്നെ. ഇടയ്ക്ക് നമുക്ക് ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? കൊറോണ കാലഘട്ടത്തിൽ പിന്നെ ലോകം മുഴുവനും ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് എൻ്റെ ഒരു ഞങ്ങളുടെ സഭയിലുള്ള തന്നെ ഒരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ മരിച്ചുപോയി. പുള്ളിക്കാരനൊരു പെട്ടി ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ആ പെട്ടി ഓട്ടോറിക്ഷ ഞങ്ങൾ കുറച്ച് കാലം മീൻ കച്ചവടം നടത്തി, പിന്നെ കുറച്ച് പച്ചക്കറി കച്ചവടം നടത്തി, പിന്നെ കപ്പ കച്ചവടം നടത്തി. അങ്ങനെ ആ കൊറോണ കാലത്തിൻ്റെ ആ നല്ല പീക്ക് ടൈമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നമ്മൾ ഒരു ആരോടും ഒരു 5 രൂപ പോലും കടന്നു കഴിഞ്ഞാൽ വന്നില്ല ഈ പുള്ളിയിലൂടെ ഞങ്ങളത് ചെയ്തുകൊണ്ട്. പിന്നെ ഇടയ്ക്ക് അനിയന്മാരൊക്കെ ഈ ഫാബ്രിക്കേഷൻ്റെ പണി ചെയ്യുന്നുണ്ട്, ഈ കിച്ചൺ കമ്പനിയിലൊക്കെ അവന്മാരുടെ കൂടെ പോകുമായിരുന്നു. ഈ ഫിഗർ ഷോ എങ്ങനെയാണ് പ്രാക്ടീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രാക്ടീസ് എന്ന് വെച്ചാൽ എൻ്റെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ. നമ്മുടെ ആർട്ടിസ്റ്റ് എൻ്റെ ഓഡിയൻസ് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഭാര്യയും പിള്ളേരും. അവരോട് നമ്മൾ പെരക്കകത്ത് കയറി എന്തെങ്കിലും ഒരു ഫിഗർ ആയിട്ട് തിരിച്ചറിഞ്ഞ് വരുമ്പോൾ അപ്പം ഇവർക്കല്ല ഈ വൈഫും പിള്ളേരും മാത്രമേ അധികം സിനിമ കാണാതുള്ളൂ. അച്ഛൻ ഓപ്പറേറ്ററാണ്, അച്ഛൻ അറിയാം, അമ്മയ്ക്കും അറിയാം, അമ്മ സിനിമ കണ്ടിട്ടുള്ള. അപ്പം അമ്മയും അച്ഛനും വൈഫും പിള്ളേരും ഞാൻ പറഞ്ഞു വരുമ്പോഴേ അതിൻ്റെയാണെന്ന് പറയും. വൈഫ് കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്കും ഇതിനെപ്പറ്റിയൊക്കെ നല്ല ബോധമുണ്ട്. അപ്പം നമ്മളൊരു ഫിഗർ പുതിയ ഒരെണ്ണം പരീക്ഷിച്ചുകൊണ്ട് ഇപ്പം ജയനാണേലും ജഗതിയാണേലും, ജഗതിക്ക് പിന്നെ എന്നോട് ഒരുമാതിരിപ്പെട്ട കാര്യം എന്ത് ചെയ്താലും എനിക്ക് ജഗതിക്ക് ഒരു ഫിഗർ ഉണ്ടെന്ന് പറയും. അത് പ്രത്യേകിച്ച് ഞാൻ ഫിഗർ പിടിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്കങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. അത് ബാക്കിയുള്ള എന്തെങ്കിലും പരീക്ഷ നടത്തുന്നത് ഞാനിങ്ങനെ അകത്തുനിന്ന് ഒരുക്കിയിട്ട് ഇറങ്ങി വരുന്നത്. അന്നേരത്തേക്ക് ഇവരെ കാണുമ്പോൾ ആ കുഴപ്പമില്ല എന്ന് പറയും. ആ വീട്ടുകാരൊരു ധൈര്യം തന്നാൽ പിന്നെ നമുക്ക് വീട്ടിലൊന്നും പേടിക്കണ്ട. കാര്യം അവർ നെഗറ്റീവായിട്ടുള്ളതൊന്നും പറയുന്നില്ല. കാര്യം കറക്റ്റാണെന്ന് പറയും. അത് വൈഫും പിള്ളേരും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. എന്തെങ്കിലും ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടാൽ പോലും അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം പിള്ളേർ പറയും ബാക്കി പറയും. പിള്ളേർക്ക് ഫുൾ സപ്പോർട്ടാണ്. വൈഫും ഒരു കാലത്ത് അതായത് ഞങ്ങൾ ഇവിടെ എൻ്റെ വടമാതൊരു സ്ഥലം വാങ്ങിച്ചായിരുന്നു. അവിടെ വീട് പണി നടന്ന സമയത്ത് വൈഫിൻ്റെ വീട്ടിലാണ് പോയി താമസിച്ചത്. ആ സമയത്ത് ഞാൻ വീട് കുഞ്ഞുങ്ങളായ സമയത്ത് ഞാൻ തിരുവനന്തപുരത്തിന് പ്രോഗ്രാമിന് പോയിരുന്നു. അതായത് വീട്ടിൽ ഇവർ 1-2 ദിവസത്തേക്ക് ഇത്തിരി ബുദ്ധിമുട്ടി. കാര്യം നമ്മൾ പെട്ടെന്ന് ഞാൻ തിരുവനന്തപുരം സൗദിയിലോട്ട് പോയപ്പം ഒന്നും വീട്ടിലെ കാര്യങ്ങളൊന്നും ക്രമീകരിക്കാതെ പെട്ടെന്ന് പോയത്. പിന്നെ ഇവള് അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്ന് നമ്മളോട് സഹകരിച്ച് പൂർണ്ണ സപ്പോർട്ടായിരുന്നു. വൈഫും പിള്ളേരും അച്ഛനും നല്ല അച്ഛനും അമ്മയും പിന്നീടാണ് സപ്പോർട്ടായെങ്കിലും വൈഫും പിള്ളേരും പൂർണ്ണ സപ്പോർട്ടാണ്. പിന്നെ വൈഫിൻ്റെ ഒരു അമ്മാമയൊക്കെ അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. ഈ ജഗതി ചേട്ടൻ്റെ ഫിഗർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് മുഖത്താദ്യം എവിടെയാണ് അത് പിടിക്കുന്നത്? അങ്ങനെ വല്ലതും പറയാൻ പറ്റത്തില്ലായിരിക്കും. ജഗതി ചേട്ടൻ്റെ ഫിഗർ ചെയ്യുമ്പോൾ എനിക്ക് 2 ഫിഗറിനെ ഓവറായിട്ടൊന്നും ചെയ്യേണ്ടതായിട്ടാണ്. കാര്യം എന്താ വെച്ചാൽ ജഗതി ചെയ്യുമ്പോൾ ഞാനൊന്ന് ഇത്ര വരുമ്പോൾ തന്നെ ഒരു ഇതായി മാറും. പിന്നെ എനിക്ക് ഒന്നും നമുക്ക് അതായത് ഈ മലയാള സിനിമയിലെല്ലാം ഗ്ലാമറുള്ള നടന്മാരാണ്, അല്ലേ? എല്ലാവരും ഗ്ലാമറുള്ള നടന്മാരാണ്. നമുക്ക് സമ്മതികരിക്കാൻ പറ്റത്തില്ല. പക്ഷേ
ഈ നടന്മാരെ നമ്മൾ ആരെങ്കിലും ഇപ്പം മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാലാണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും ജയറാമാണെങ്കിലും എം എൻ നമ്പ്യാർ പഴയ ജോസ്രാജ് ഇവരൊക്കെ എല്ലാം നല്ല ജോസ്രാജ് സുന്ദരൻ വില്ലെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവരുടെയൊക്കെ മുഖം നമ്മൾ ചെയ്യുമ്പം ഒരു മൈന്യൂട്ട് ചെറിയൊരു മുഖത്തൊരു ഭാവം മാറ്റം വരുന്നു. ഉമ്മറിന്റെ ഒക്കെ മുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്ലാമറാണ്. പേര് വെച്ചിട്ടൊന്ന് കാണിക്കാൻ പറ്റും. പിന്നെ തീർച്ചയായും പറയാം. അതായത് നമ്മളിപ്പോ ഞാനിപ്പോ ജഗതിയെ തന്നെ കാണിച്ചു. ജഗതി എന്നൊക്കെ പറഞ്ഞാൽ നല്ല സുന്ദരനാണ്. ജഗതിയെ കാണിക്കുമ്പോൾ ഒരു ചെറിയൊരു ഭാവം വരുന്നു. അതുപോലെ തന്നെ ജോസ് പ്രകാശ് എന്ന് പറഞ്ഞാൽ നല്ല പുള്ളിയുടെ അനൗൺസ്മെന്റ് ചെയ്യുന്ന തന്നെ സുന്ദര വില്ലെന്ന് അറിയപ്പെടുന്നത്. പുള്ളിയുടെ മുഖത്തിന് നമ്മളൊരു കോട്ട പരിധിയാലേ പുള്ളി ആകത്തുള്ളൂ. പിടിച്ചാലേ വരത്തുള്ളൂ. അതുപോലെ തന്നെ ഉമ്മറിന്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ശ്വാസം മുട്ടി നീ ഇതിലൂടെ പറഞ്ഞിട്ടില്ലേ നീ ഉപയോഗിച്ചു തരാം. ആ ഒരു മുഖത്തിന്റെ ഭാവം മാറുക. അപ്പൊ പുള്ളി നല്ല ഗ്ലാമറുള്ള നടനാണ്. പക്ഷെ നമ്മളൊരു മിമിക്രിക്കാരൻ ചെയ്യുമ്പം അതിന്റെ ഷേപ്പ് മാറും. അതുപോലെ മമ്മൂട്ടി ആണെങ്കിൽ ഭയങ്കര ഗ്ലാമറാണ്. ഇതാൻ പറ്റിയ പുള്ളിയുടെ മുഖത്തിലൊരു ഒരു മോനാണ്. അങ്ങനെ എല്ലാ നടന്മാരും എന്നാൽ ഒന്നും ചെയ്യേണ്ട ഒരു ചിരി കൊണ്ട് മാത്രം നടനാണ്. അത് ആർക്കും അറിയത്തില്ല. ഈ നടനെ ഒരു ഗോഷ്ഠിയും കാണിക്കുന്നത്. അതാണ് ലോകത്തിലെ നമ്പർ 1 നടന്ന് വേണം പറയാം. ആ മഹാനായ നടനൊന്നും ജീവിച്ചിരിക്കില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ഫിഗർ കൊണ്ട്. പക്ഷെ എന്റെ പ്രത്യക്ഷത്തിൽ ആ ഒരു ഫിഗർ എനിക്കില്ല. അതന്നെ ജയന്റെ ഫിഗർ. അതായത് ജയന്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചുമ്മാ നിന്നിട്ട് ഒരു ചിരി മാത്രം മതി പുള്ളിയുടെ. വേറെ ഒരു പാവം വ്യത്യാസം ആ മുഖത്ത് വരുന്നില്ല. ആ ഒരു അത് സീമച്ചേച്ചി ഞാൻ അത് പറയുന്നില്ലേ. അതായത് ഞാൻ ഏഷ്യാനെറ്റിൽ വിടായ ബംഗ്ലാവ് ചെയ്യാനായിട്ട് കേരളത്തിൽ തന്നെ ഒരു 400 സമിതിയുണ്ട്. ഇതിനകത്തെല്ലാം 2-3 ജയന്മാരും വെച്ചുണ്ട്. പക്ഷെ അന്ന് ഈ സീമച്ചേച്ചി വന്നപ്പം ഗസ്റ്റായിട്ട് വന്നപ്പം ജയനെ ചെയ്യുമ്പോൾ എന്നെ വിളിച്ചത് വിടായ ബംഗ്ലാവിന്. അന്ന് ഞാനും ഇപ്പം സീമച്ചേച്ചിയായിട്ട് ഒരുമിച്ചിരുന്ന ഒരു ഗ്രീൻ റൂമിലിരുന്ന് ഒരുങ്ങിയത്. അന്നും അപ്പം ഒരുങ്ങിക്കഴിയുമ്പോൾ നമ്മളെ കഴിഞ്ഞ് ഫിഗറെല്ലാം ഇട്ട് കഴിയുമ്പോഴേ നമ്മൾ ഇന്നാണെന്ന് അറിയുന്നുള്ളൂ. ഈ ഷേപ്പിൽ ഞാൻ ജയനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അപ്പൊ ഞങ്ങളെല്ലാം മേക്കപ്പ് ഒക്കെ ഇട്ട് ശിവചേച്ചി അതുപോലെ റെസ്റ്റോറൻറ്റ് അവിടെ ഇരുന്ന് ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് പുള്ളിക്കാരി പോയി. ഞാൻ പുറകെ പോയി ഞാൻ റൂമിൽ ചെന്നിരുന്ന്. അപ്പോൾ എന്നോട് എൻ്റെ ഡയറക്ടർ മാഡം പറഞ്ഞ് ശിവചേച്ചി കാണാതെ നേരെ വീട്ടിൽ കയറിക്കോളാൻ പറഞ്ഞു. അവർ വരുന്നതിന് മുമ്പേ കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ശിവചേച്ചി വരുന്നതിന് മുമ്പേ ഞാൻ വീട്ടിൽ കയറി. കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വീട്ടിൽ കയറി ഞാൻ ആ പാട്ടിട്ടുണ്ട് ഇറങ്ങി വന്നപ്പോൾ ശിവചേച്ചിക്ക് പോയി മനസ്സിലായി. പുള്ളിക്കാരി അതിശയിച്ചു പോയി. അത് ആ ഒരു എപ്പിസോഡ് കാണുമ്പോൾ പറയാം എന്നെക്കുറിച്ച് ഭയങ്കര അഭിപ്രായം. പുള്ളിക്കാരി പറയുന്നത് ജയേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി ഇതാണ്, ഇങ്ങനെ ഒരു വ്യക്തിയാണ് ജയേട്ടൻ. പുള്ളി ഓവർ ആക്ഷൻ ഒന്നും കാണിക്കുന്ന മനുഷ്യനല്ല. ഞാൻ ഓവർ ആക്ഷൻ ചെയ്തില്ല. ഇപ്പൊ പല സ്റ്റേജുകളിലും ഞാൻ ചെന്ന് ഓഡിയൻസിന്റെ ഇടയ്ക്ക് നിന്നൊക്കെ കയറി വരുമ്പോൾ എല്ലാവരും കൈ ഇങ്ങനെ പിടിച്ച് കാണിക്കുന്നു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അതിന്റെ ആവശ്യമില്ല. ജയനെന്ന് പറഞ്ഞ വ്യക്തി സ്റ്റണ്ട് സീനിലെ ആക്ഷൻ കാണിക്കാറുണ്ട്. നല്ലൊരു പാട്ട് സീനിൽ ആക്ഷൻ കാണിക്കേണ്ട കാര്യമില്ല. ഡയലോഗ് പറയുമ്പോൾ ആക്ഷൻ കാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അന്ന് ഞാൻ ഇത് സ്റ്റെപ്പ് ഇറങ്ങി വന്ന് സിമിച്ചേച്ചിയുടെ അടുത്ത് തന്നെ ഞാൻ സെറ്റ് ചെയ്ത് കൈ കൊടുത്ത് ജീവിച്ച് എന്നോട് എഴുതിയിട്ടുണ്ട്. ആക്സിഡന്റില്ല. എന്നിട്ട് പുള്ളിക്കാരി എൻ്റെ കൂടെ ഡാൻസ് കളിച്ച് മുകേഷ് ചേട്ടൻ്റെ അടുത്ത് എന്നെയും കൊണ്ടുപോയി. അവിടുന്ന് മുകേഷ് ചേട്ടന് കൈ തിരിച്ചു വന്ന് പിന്നെ എന്നെക്കുറിച്ച് പറഞ്ഞത് ഇതാണ് ജയേട്ടൻ. മറ്റുള്ള പോലെ ഇപ്പോൾ ജയൻ, അതായത് ജയേട്ടൻ മരിച്ചു കഴിഞ്ഞ് ജനിച്ചവരൊക്കെ ഇപ്പൊ ജയൻ ചെയ്യുന്നത്. അവരൊക്കെ ഓവർ ആക്ഷൻ കാണിക്കുന്നത് ഇതൊന്നും അല്ല ചേട്ടൻ, ഇതാ ചേട്ടനാണ് മേച്ചതാണ്. പക്ഷെ അത് എന്റെ ഒരു ദൈവത്തിന്റെ ഒരു ഇതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്യുന്നത്. നമ്മളതിനകത്ത് ഞാൻ അധികം ഒരു അഹങ്കരിക്കോ നമ്മൾ വലിയ ആളാന്നല്ല പറയുന്നത്. പക്ഷെ അത് അങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇന്നും, ഞാൻ പറഞ്ഞില്ല, ഞാൻ 30 വർഷത്തിന് മേളിലായി ഈ ജയനയും ചെയ്യുന്നത്. ഇന്ന് വരെ ഒരു മണ്ടേടാ നീ അത് നിർത്തിയല്ല, അത് പോരെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടുമില്ല, പറയാനറിയാൻ കൊടുത്തിട്ടുമില്ല. കാര്യം അത് അതിന്റെ ആ മീറ്റർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ ആ ഇത് കറക്റ്റ് അറിയാം. കാര്യം ജയന്റെ ഒരു മൈന്യൂട്ട് ആക്ഷൻ പോലും എനിക്കറിയാം. കാര്യം ഞാനത് മിമിക്രിക്കാരിൽ നിന്ന് കണ്ടുപിടിച്ചതല്ല. ഞാൻ ഒറിജിനലായിട്ട് ഈ സിനിമ കണ്ടുകൊണ്ട്, അതായത് എനിക്ക് നല്ല ഇപ്പൊ ശരീരം ആകുന്നതിന് മുമ്പും ഫിഗർ ആകുന്നതിന് മുമ്പ് എന്നെ കൊണ്ട് ആൾക്കാർ ചിരിപ്പിക്കാൻ വിചാരിച്ചിരിക്കുന്നത് ചെറുപ്പത്തിലൊക്കെ. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ട സമയത്തൊക്കെ ജയ നടക്കുന്നപോലെ നടക്കുമായിരുന്നു, ഓടുന്ന പോലെ ഓടും. മറ്റേ മൂർഖ സിനിമയ്ക്കകത്ത് ജയനെ ഒരു പട്ടിയിട്ട് ഓടിക്കുന്ന ഒരു ഓടമുണ്ട്, ഒരു തോട്ടത്തിലൂടെ. അപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങളുടെ തിരുവാതിര കണ്ടവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ എന്നെ ഇതുപോലെ ഓടാന്നൊക്കെ പറയും. അപ്പൊ ജയനെ ഓടുന്ന പോലെ ഞാൻ ഓടും, ചിരിക്കുന്നവരൊക്കെ ചിരിക്കും.
അപ്പൊ പുള്ളിയുടെ ചിരി എന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര ലാഫിംഗ് ഒന്നുമല്ല പുള്ളി സ്മൈലും ഉണ്ട് പുള്ളി. അതായത് ഇങ്ങനെ എടുത്തിട്ട് ഇത്ര ഉള്ള ചിരിയുള്ളൂ. ഇത്ര ഈ പല്ല് മാത്രം കാണിച്ചാൽ മാത്രം മതി ജയിലാവും അന്നേരം അവിടെ. പക്ഷെ എന്നെ കണ്ടുകൊണ്ട് ഒരുപാട് പേര് ഈ ഫീൽഡിലോട്ട് വന്നിട്ടുമുണ്ട്. ഇപ്പോഴും പലരും വിളിച്ച് കോസ്റ്റ്യൂമിസ്റ്റിന്റെ കാര്യത്തിന് എന്നെ വിളിച്ചു ചോദിക്കും, എങ്ങനെയാണ്, എവിടെയാണ് തയ്പ്പിക്കുക, എവിടെയാണ് വിഗ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ചില ആൾക്കാർ പറയും അങ്ങനെ ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു അതുകൊണ്ട് എന്ത് കാര്യം, ഇപ്പൊ നമ്മളിപ്പോ നിങ്ങൾക്കൊരു ഫിഗർ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് ചെയ്യിക്കാനാണ് എനിക്ക് താല്പര്യം. അതായത് നമ്മളിപ്പോ ജയന്റെ ചെയ്യുന്ന ഒരാൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി എന്നെ വിളിച്ച് ചേട്ടൻ എവിടെ നിന്നാണ് ഈ വിഗ് തന്നിരിക്കുന്നത്, എവിടെ നിന്നാണ് ഈ കോസ്റ്റ്യൂം തന്നിരിക്കുന്നത്. ഞാൻ പറയാം ഇന്നലെ സ്ഥലത്ത് പോകണം, പിന്നെ നമ്മുടെ കോട്ടയത്ത് ഗാന്ധിനഗർ ചെന്ന പ്രകാശ് വിഗുണ്ട്, അവിടെ ചെന്ന വിഗ് വരും. എൻ്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൈസ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നത്. കാരണം ഞാനവിടെ ഒരുപാട് വിഗ് ചെയ്തിട്ടുണ്ട്, എൻ്റെ പേര് പലരും പോയി ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ വലിയ തെറ്റില്ലാതെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വലിയ കാര്യം നമ്മളോട്. പിള്ളേരാണ് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് വിളിച്ച് ചോദിക്കും, ഞങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത കുറെ, പിന്നെ ഞാനിപ്പം അത് തുറന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം ഞാൻ ഇതുപോലെ ഒരു ചാനലില് പണ്ട് തൃശ്ശൂർ ഒരു ചായ വിൽക്കുന്ന ഒരാൾ ജയന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് പുള്ളി ചായ വിറ്റ് നടക്കുക. അതൊരു ചാനൽ ഒരു യൂട്യൂബ് ചാനലിൽ വന്നതാ. അത് വന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അതേന്ന് ജയന്റെ പാന്റും ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ചാനലുകാരന്റെ പേരെന്ന് ഞാൻ പറയുന്നില്ല, ചാനലിന്റെ പേരെന്ന് പറയുന്നില്ല. കാര്യം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു വൾഗാരിറ്റിയാ സാധനം. കാര്യം ആ പുള്ളിക്ക് ജയന്റെ ഫിഗർ ഇല്ല. കാര്യം അതിനെ തുറന്നു പറഞ്ഞാൽ എനിക്ക് മടിയൊന്നുമില്ല. ആ പുള്ളിക്കാരൻ തന്നെ ഇത് കണ്ടിട്ട് എനിക്ക് എന്നാ ചോദിച്ചാലും എനിക്ക് അതിനകത്ത് പ്രശ്നമില്ല. കാര്യം നമ്മളൊരാളെ ചെയ്യുമ്പോൾ അത് അതുപോലൊരു നടനെ മരിച്ചിട്ട് 44 വർഷം ഉണ്ടായി. ഈ 44 വർഷത്തിനിടയ്ക്ക് ഇതുപോലൊരു മനുഷ്യൻ മരിച്ചിട്ട് ആരും അനുകരിച്ച് കണ്ടിട്ടില്ല. അതുപോലെ പേരുള്ളൊരു മനുഷ്യനാണ് ജയൻ എന്ന് പറയുന്നത്. ആ മനുഷ്യനെ ഒരു ചായക്കച്ചവടക്കാരനാക്കിയിട്ട് അതിലെല്ലാം പുള്ളി ചായയും കച്ചവടം ചെയ്ത് വണ്ടി ഒരു 2 വീലറെ. പുള്ളിക്കാരൻ എന്നോട് 1-2 സുഹൃത്തുക്കൾ ഇതുപോലെ വിളിച്ചിട്ട് നമ്മുടെ ഒരു ജയൻ ഫാൻസ് അസോസിയേഷൻ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിനകത്തുകൂടി ഈ പുള്ളിയുടെ ഇട്ട് കാണിച്ചിട്ട് പറഞ്ഞു ഇതിന് ആരാന്നൊക്കെ അറിയാമെന്നൊക്കെ ആരണ്ടൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടോ, ഇതിന്റെ നമ്പർ തരാമെന്നൊക്കെ ചോദിച്ച് അത് സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ ചിന്തിക്കത്തുള്ളൂ. കാര്യം അതൊരു വൾഗറാണ്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. മറ്റു നടന്മാരെ നമ്മൾ അവഹേളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ഇപ്പൊ ഞാനെന്ന് പറയുമ്പോൾ ചെയ്യുന്നത് നമ്മളൊരു അന്നമായിരുന്നു. നമ്മൾ ഇതുകൊണ്ടാണ് എൻ്റെ പിള്ളേരെ ഞാൻ പഠിപ്പിച്ചതും വളർത്തിയതും. ഈ നമ്മൾ നല്ല രീതിയിലുള്ള ഞാൻ 2 വണ്ടി വാങ്ങിച്ചു. ഇതെല്ലാം ഈ കല കൊണ്ട് മാത്രമാണ്, ഫിഗർ ചെയ്തത് മാത്രമല്ല. നമ്മൾ വലിയ ജോലിക്കാരനൊന്നുമല്ല. ഇപ്പോഴും നല്ല ജോലിയുള്ളവർ പോലും ഒരു വാഹനം വലിയ ബുദ്ധിമുട്ടുക. ആ സ്ഥാനത്ത് നമുക്ക് ദൈവം ഇത്രയൊക്കെ തന്നു. അപ്പൊ നമ്മളത് അഹങ്കരിച്ചാൽ നമുക്കിട്ട് പണി കിട്ടും. അതുകൊണ്ട് നമുക്ക് ഈ ഫീൽഡിൽ എപ്പോഴും ചെയ്യുന്നവരോട് നമുക്ക് ബഹുമാനമുണ്ട്. എന്നെക്കാളും നല്ലപോലെ ചെയ്യുന്ന ആൾക്കാരും കാണും ഉണ്ട്. എങ്കിൽ പോലും നമ്മളോടൊരു ആൾക്കാർക്ക് ഇതുണ്ട്. ജയൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്റെ പേരെ. അതുപോലെ എനിക്ക് പിന്നെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ഷന്റെ വർക്കിനൊക്കെ പോകും, റോഡ് ഷോയ്ക്ക്. അപ്പൊ നമ്മളൊരു തീം എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചാളം ഭാസിയുടെ ഫിഗർ ഇട്ടുകൊണ്ട് നമ്മളത് ആ ഒരു കണ്ടന്റാണ് പോകുന്നത്. അപ്പൊ അതിനകത്ത് നിന്ന് കുറെ രാഷ്ട്രീയ നേതാക്കന്മാരും ഇവരെല്ലാം വന്ന് ഇവരെ നവരസങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പച്ചാളം ഭാസിയെ വിളിച്ചു വരുന്നതാണ് അവതാരകം ചെയ്യുന്ന പരിപാടി. അവതാരകം നമ്മുടെ പച്ചാളം ഭാസി വരുന്നത്, പച്ചാളം ഭാസി കയറി വന്ന് ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ നവരസം പഠിപ്പിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് സ്കിറ്റ് വൈൻഡപ്പ് ചെയ്ത് നമ്മൾ മാറുമ്പം പ്രാവശ്യം നമ്മളിങ്ങനെ ആലപ്പുഴ ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു 2-3 പ്രായമുള്ള ഒരു വലിയ പ്രായമില്ല, എന്നെക്കാളും ഒരു ഇച്ചിരി പ്രായമൊന്നും കാണുമായിരിക്കും അവർക്ക്. വന്നിട്ടപ്പോൾ സന്ധ്യ മയങ്ങി. ഇവർ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു വെറുതെ വിജയം തുടങ്ങിയും ചോദിച്ചു, ജോലിക്കൊക്കെ ഇറങ്ങാനൊക്കെ തുടങ്ങിയോ, അഭിനയിക്കാനൊക്കെ തുടങ്ങിയും ചോദിച്ചു. ഞാനിങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യണം എന്നാ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞാനിങ്ങനെ കുഴപ്പമില്ല എന്നാ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് മനസ്സിലായി ഇത് അവരൊരു ഒറിജിനൽ പച്ചാള വാങ്ങിക്കുന്നില്ല. ഒറിജിനൽ പച്ചാള വാങ്ങുന്നവർക്കാണ് വന്ന് ചോദിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ അവർ കൂട്ടർക്കാർ വന്ന് പറഞ്ഞു എന്നെ പിടിച്ചോണ്ട് പയ്യെ അങ്ങോട്ട് വണ്ടിക്കകത്ത് കൊണ്ട് കയറ്റിയിരുന്നു. എൻ്റെ വണ്ടിക്കകത്ത് കൊണ്ട് കയറ്റിയിരുന്നിട്ട് പറഞ്ഞ് ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പിടിച്ചോണ്ടെടുത്തത് പറഞ്ഞു. അപ്പൊ ഇവരുടെ ധാരണ ഒന്നിൽ പച്ചാളം ജഗതി ശ്രീകുമാറാ വന്ന് ചെയ്യുന്നത് ഓർത്തിരിക്കുക. പിന്നെ അതൊക്കെ ഭയങ്കര ഭാഗ്യമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മലമ്പുഴ ഈ കണ്ണും പാട്ടിസ് ഞങ്ങളും ചെയ്തായിരുന്നു പാലക്കാട്.
അതിപ്പോഴല്ല, അതും ഒരു 10-20 വർഷത്തിന് മേളിലായി. 20 അത് ഈ കണ്ണൻ പാട്ട് അതേപടി ചെയ്ത് ഞങ്ങൾ ആ കോസ്റ്റ്യൂം ഒക്കെ ഞാൻ ഇറങ്ങി വന്ന് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ പാട്ടിച്ച് കഴിഞ്ഞ് ഒരു ദിവസം അതും ഇതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞ് വർക്ക് ഇരുന്നപ്പോൾ ഒരു പാട്ട് കംപ്ലീറ്റ് ആയി ചെയ്യുമായിരുന്നു. അതിൻ്റെ വേറൊരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലമ്പുഴ വെച്ചാണ് ഈ കണ്ണൻ ഒറിജിനൽ പാട്ട് ഷൂട്ട് ചെയ്യുന്നത്. അതറിയത്തില്ല, അവർക്കൊക്കെ അറിയാം. ആ കണ്ട ആൾക്കാരാണ് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത്. എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞ് അന്ന് ഞങ്ങൾ ജെയിംസ് സാറിനെ അന്ന് കണ്ടതാ, അന്ന് ഞങ്ങൾ പിള്ളേരായിരുന്ന ടൈമിലാണ്. ഇപ്പോൾ അവർ പറഞ്ഞപ്പോൾ നല്ല പ്രായമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അന്ന് ജെയിംസ് സാറിന് നേരിട്ട് കണ്ടിട്ടുള്ള, ഇപ്പോൾ കണ്ടപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് അതാ ഓർമ്മ. കാര്യം ആ സെയിം പാട്ടും ആ സെയിം ലൊക്കേഷനും എല്ലാം കൂടി വിട്ട് ആ പാട്ടിൽ മൊത്തം ചെയ്യും. ഭയങ്കര ഫീലായിപ്പോയി. അങ്ങനെ കുറെ നല്ല നല്ല അനുഭവങ്ങളും കിട്ടിയിട്ടുണ്ട്. ഞാനും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഫ്രണ്ട്സൊക്കെ നല്ല സൂപ്പർ സപ്പോർട്ടാണ്. ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് അവര് നമ്മൾ ഒരു ഫിഗർ അല്ലല്ലോ ചെയ്യുന്നത്, ഒരുപാട് ഫിഗർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമ്മളെ ഷോയ്ക്കാണ് എല്ലാവരും വിളിക്കുന്നുണ്ട്. നമ്മൾ മലയാളത്തിലെയും തമിഴിലെയും ഹിന്ദിയിലെയും രാഷ്ട്രീയത്തിൻ്റെ എല്ലാവരും കൂടി ഒരു 19 ഫിഗർ ചെയ്യുന്നുണ്ട്. 50 പല പ്രാവശ്യമായിട്ട് ഒറ്റയടിക്കല്ല. അതായത് ഞാനിപ്പോ നരേന്ദ്രമോദി ഇങ്ങോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചാനലിലൊക്കെ ചെയ്യുന്നുണ്ട്. നരേന്ദ്രമോദി, പിന്നെ ഉമ്മൻചാണ്ടി, അച്യുതാനന്ദൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇയാൾക്ക് മാത്രം ബിഗ് വെക്കും. നരേന്ദ്രമോദി സാറിന് മാത്രം ബിഗ് വെച്ച് താടി വെക്കും. ബാക്കിയുള്ളവർക്കൊന്നും ബിഗൊന്നും വലിയ പ്രശ്നമില്ല. ഉമ്മൻചാണ്ടി സാറിന് ചെയ്യുമ്പോൾ നരച്ച ബിഗുവാണ്. അങ്ങനെ 1-2 തിരുവഞ്ചൂരിനൊന്നും ആ ബിഗൊന്നും വേണം. മുടി നേരെ വാങ്ങിച്ചോട് ഈ മുഖമൊന്ന് ഇറങ്ങിച്ചാറുണ്ട്. അപ്പൊ സെറ്റായി കിട്ടും. അങ്ങനെ പുള്ളിയുടെ ഒരു ഫിഗറായിട്ട് അത് ചില നേരത്ത് ഞങ്ങളുടെ ആ ഒരു ഇലക്ഷന്റെ വർക്കിന് തിരുവഞ്ചൂരിൽ വോയിസ് കൊടുത്ത് ഞാനാണ്. പക്ഷെ ഇപ്പൊ പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് ഒരു കുറെ നേരമുണ്ട്, നല്ല ലെങ്ത് ആയിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റ് പുള്ളി നിന്ന് സംസാരിക്കുന്നത്, 5 അല്ല അതിൽ കൂടുതലുണ്ട്. അങ്ങനെ മുന്നാണ്ടിക്ക് വോയിസ് കൊടുത്ത് സംസാരിച്ചിട്ടുണ്ട്. തിരുവഞ്ചൂരിനെ ഒരുപാട് പേരുടെ വോയിസും ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മിമിക്രിക്ക് ചെല്ലുമ്പം നമ്മളൊരു കാറ്റഗറി പെടുത്തി അങ്ങോട്ട് വിളിക്കും. അത്യാവശ്യം ഫിഗർ ചെയ്യാൻ വേണ്ടി വലിയ ഷോയ്ക്കാണെങ്കിലും നാട്ടിലാണെങ്കിലും നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിലും വിളിച്ച് നമ്മൾ ആ സെക്ഷൻ ചെയ്യുക, തിരിച്ചു പോവുക. സ്കിറ്റ് കളിക്കാൻ വേറെ ആൾ കാണും, വോയിസ് ചെയ്യാൻ വേറെ ആൾ കാണും. നമ്മളെ ഫിഗർ ചെയ്യാൻ വിളിക്കും, നമ്മളെ ഫിഗർ ചെയ്യാൻ സമാധാനത്തോടെ പോകും. അല്ല പിന്നെ നമ്മുടെ പേഴ്സണൽ ഷോ ഒക്കെ ആണെങ്കിൽ സ്കിറ്റും ഫിഗറും വോയിസും എല്ലാം നമ്മൾ ചെയ്യും. അതും കുഴപ്പമില്ല. ഈ നടന്മാരുടെ ഫിഗർ ഒന്ന് പറഞ്ഞൊന്ന് ചെയ്യാം. പറഞ്ഞു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖത്തിന്റെ ഒരു വ്യത്യാസം വരുന്നത്. അതായത് നമ്മള് പഴയ ഒരു സിനിമാ താരമാണ് എം.എൻ. നമ്പ്യാർ. എം.എൻ. നമ്പ്യാർ ചെയ്യുമ്പം ഒരു പ്രത്യേക മുഖശൈലിയാണ്. എങ്ങനെയാണ് എം.എൻ. നമ്പ്യാർ എന്ന് പറയുമ്പോൾ സുന്ദരിയായ ഒരു ഭാര്യ, സുന്ദരനായ ഒരു മകൻ, എനിക്കൊന്നിട്ട് വിശാൽ ആകവാം പറയും. അതായത് ഞാനൊരു ചാനലിൽ ഇതുപോലെ പറഞ്ഞ ഈ എം.എൻ. നമ്പ്യാരുടെ ഫിഗർ പിടിച്ച് നമ്മളിങ്ങനെ പറയും. ഈ മുഖം അങ്ങനെയൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഫിഗർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ പിന്നെ ചെയ്യാൻ പറ്റും. എന്നാ ഈ പുള്ളിക്കാരന് നല്ല സുന്ദരനാ. ഈ എം.എൻ. നമ്പ്യാർ നല്ല ഗ്ലാമറുള്ള ഒരു മനുഷ്യനാണ്, നല്ല മാതരം മനുഷ്യനാണ് പുള്ളിയത്. പക്ഷെ പുള്ളീനെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഉമ്മറാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഉമ്മറാണെങ്കിൽ ഡയലോഗോടെ ചേർന്ന് പറയാം. ശോഭേ, ഞാനൊരു വികാര ജീവിയാണ്. എന്നോട് സഹകരിച്ചാൽ നിനക്ക് ഞാൻ ആനെ വാങ്ങിച്ചു തരാം, ചേനെ വാങ്ങിച്ചു തരാം. അതും സ്റ്റൈലാണ്. അതുപോലെ തന്നെ ജോസ് പ്രകാശ് പുള്ളിയുടെ പുള്ളിക്കാരനൊക്കെ ചെയ്യുമ്പോൾ ഒരു മീശയൊക്കെ ഹലോ മിഷൻ ബാബു, ഞങ്ങളൊക്കെ അതിരിക്കായിരുന്നു. ഒരു കപ്പൽ നിറച്ചും വൈഡൂരെങ്കിലും സ്വർണ്ണങ്ങളും വരും. അതെന്റെ സംഗീതത്തിലെത്തിച്ചാൽ എനിക്ക് ഞാൻ അതൊരു സാധനം. പിന്നെ അതായത് പിന്നെ സംഭാഷണം ക്ലിയർ ആകത്തില്ല, എന്നാലും ആ ഒരു മോഡുലേഷൻ ഒക്കെ നമുക്ക് ബാക്കിയുള്ള കിട്ടും.
അതുപോലെ സുരേഷ് ഗോപിയുടെ ഞാൻ ഈ പുതിയ ചെയ്യുമായിരുന്നു കോടീശ്വരൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇതുപോലെ തന്നെ നല്ല അജാനുഭാവവും നല്ല രസവുമാണ്. പക്ഷെ പുള്ളിക്കാരൻ്റെ ഫിഗർ പിടിക്കണമെങ്കിലും ഓർമ്മയുണ്ടോ ഈ മുഖം, ഓർമ്മ കാണില്ല പുല്ലേ, അങ്ങനെ ഒരു ഇതാണ് പുള്ളിക്കാരൻ്റെ ഇത്. അതെല്ലാം ഷേപ്പ് മാറി മാറി പോകും ഓരോ ഫിഗർ വരുമ്പോഴും. അതുപോലെ തന്നെ പ്രേം നസീർ സാറ്, പ്രേം നസീർ സാറിൻ്റെ ഞാൻ ചാനലിലൊക്കെ ചെയ്തിട്ടുള്ള മണ്ടിപ്പിന്നെ അക്ഷാരതി ഇങ്ങനെയൊക്കെ കാണിച്ചാൽ പ്രേം നസീർ ആകുന്നുള്ളൂ. കാര്യം അതൊക്കെ അവരൊക്കെ സത്യത്തിൽ അവരൊക്കെ നല്ല ഗ്ലാമർ ഉള്ളവരാണ്. പക്ഷെ ഇവര് നമ്മൾ മിമിക്രിക്കാര് അനുകരിക്കുമ്പം എക്സ്ട്രാ ഒരു ശാലം ഇട്ട് കൊടുത്താലേ കിട്ടുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നും കിടാതെ കിട്ടാനായിട്ട് പറ്റുന്നത് ഒറ്റ നടനെ ഞാനിപ്പോൾ ജയനല്ലാതെ ആരുമില്ല. ആരെടുത്താലും ഈവൻ ബാലേന്ദ്ര മേനോനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചുമ്മാ വന്നെന്ന് പറഞ്ഞാലും പുള്ളിയുടെ ആരും അമ്പഴി കളി അയ്യോ പാവം. അതുപോലെ തന്നെ ജഗദീഷ് എന്നാ തോന്നുന്നേ അങ്ങനെയൊക്കെ വന്നാ പുള്ളി വന്ന് പോകുന്നത്. ഇവരാരും മോശക്കാരല്ല, പക്ഷെ നല്ല ഗ്ലാമറുള്ളവരാണ്. പക്ഷെ ചെയ്യുമ്പം ഒരു വഴി കയറ്റി ഇവരുടെയൊക്കെ ഇത് മാറ്റിയാലേ പറ്റത്തുള്ളൂ. കൊച്ചിൻ ഖലീഫായ അങ്ങനെയുള്ള പല നടന്മാരും ഇല്ല. നമുക്ക് ഇപ്പൊ മിമിക്രിക്കാർക്ക് തെറ്റി പറയാൻ പറ്റത്തില്ല, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം അവരിത്, പക്ഷെ അവര് ഒറിജിനൽ ജീവിതത്തിൽ അവർ ആ സാധനമല്ല കാണിക്കുന്നത്. സിനിമ വരുമ്പോ അവരത് കാണിച്ചാലേ പറ്റത്തുള്ളൂ. അതാണ് സിനിമയിലെയും ഇന്റർവ്യൂവിലെയും രണ്ടും രണ്ടാക്കി ഓരോരുത്തർ പറയുന്നത്, വോയിസ് പറയുന്നത് എന്ന് പറഞ്ഞത്. പൂരാല പ്രോഗ്രാമിൽ ഞാൻ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞ് അമ്പിളിച്ചേട്ടൻ്റെ അടുത്ത് ചെന്നൊരു മറ്റേ കൂട്ടുകാരൻ പറഞ്ഞ് അത് സാറിന്റെ ഫിഗർ ചെയ്യുന്ന ആളാണ്, കോട്ടയം സ്റ്റാൻലിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരം ഇപ്പൊ ഞാൻ അന്നേരം അമ്പിളിച്ചേട്ടനെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ച് പുള്ളിക്കാരൻ അപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു പ്രോഗ്രാം ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കുഴപ്പമില്ല, നാട്ടിലോട്ട് ഇപ്പം വന്ന് സാറിനെ അന്നേ സാറിനെ വിളിച്ച് സാറിനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഓർമ്മിപ്പിച്ചു, നമ്മൾ ഒരുമിച്ച് ചാനൽ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കൈരളിച്ചാലിൽ ഒരു പ്രാവശ്യം ഒരു ഓണ പ്രോഗ്രാമിന് 5 ജഗതി ഒറിജിനൽ ജഗതി അന്ന് ഇതുപോലെ തന്നെ കണ്ട് ആ പുള്ളിക്ക് വലിയ താല്പര്യമായിരുന്നു. കണ്ട് ഭയങ്കര കാര്യമായിരുന്നു. അന്ന് പുള്ളി ഞങ്ങൾ പേഴ്സണൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ച് ഈ അതായത് കാഞ്ഞിരമറ്റം പ്രശാന്ത് എന്ന് പറഞ്ഞ ആവശ്യമുണ്ട്. ഇതാണ് വോയിസ് എന്ന് പറഞ്ഞാൽ പച്ചാളപ്പാസിക്ക് വേണ്ടി എനിക്ക് ഇലക്ഷൻ വർക്ക് ഞാൻ പ്രശാന്തിനെ വിളിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ചെയ്താ ആ പ്രോഗ്രാം, കുറെ നാൾ ചെയ്താ. ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാനും പ്രശാന്ത് സൂര്യ കോമഡിക്കാണ്, സൂര്യ കോമഡി. അപ്പൊ ഒത്തിരി സിനിമ എടുത്ത് ഇങ്ങനെ ചെയ്ത് വിട്ടിട്ടുണ്ട്. അന്നപ്പോ ഇതുപോലെ തന്നെ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞിരുന്നപ്പോ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, നീ സാറിനെ അംഗീകരിച്ച് കാണിക്കാൻ. ഞാൻ പറഞ്ഞു മോശമല്ല, സാറിനെ കാണിച്ചത്. അന്നേരം അമ്പിളിച്ചേട്ടൻ തന്നെ പറഞ്ഞു, നീ കാണിച്ചോളാൻ കാണിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മറ്റേ താളവട്ടത്തിനാ സാധനം എനിക്കറിയാമായിരുന്നു. ആരുവോ അവിടെ പുള്ളിക്കാരൻ എനിക്കറിയാൻ പറ്റുമോ താൻ ആരുവോ കൂടാണ്. താരൊക്കെ അമേരിക്ക പോയി ഏതോ റിട്ടയർഡ് സായിപ്പിന് അരിവെച്ചു കൊടുത്ത കാശ് കൊണ്ട് ഇവിടെ വന്നൊരു കൊട്ടാരോ പടുത്തു. തന്റെ മകളും ഒട്ടം വിനോദും ഊട്ടിയിലെ യൂക്കാലിസ്റ്റ മരന് കിടമയിൽ കെട്ടി പടത്തി നടക്കുന്നത് ഞാൻ കണ്ടു. ഇനിയൊരു സൈക്കിളും ഒരു ബൈക്ക് കൊടുത്തി നാട് മുഴുവൻ ആറ്റിച്ചില്ലെങ്കിൽ തന്റെ പേര് താൻ തന്നെ പട്ടി കിട്ടും. ഞാൻ ഇത്ര പറഞ്ഞപ്പം എനിക്ക് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അമ്പലത്തിന്റെ ആക്സിഡന്റിന്റെ കേസിൽ അറിയാൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു അഭാവം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ നികത്താൻ പറ്റും. ഇപ്പൊ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തന്നെ ഇപ്പൊ ഒരുപാട് വീടുകൾ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ചെയ്യുന്നു. ഇപ്പം പിന്നെ അവസാനം ചെയ്ത സിനിമ വരെ നമ്മൾ ചെയ്തു, ഹിറ്റാക്കിയിട്ടുള്ള മിക്ക സിനിമയും ചെയ്തു. ഞാൻ പറഞ്ഞ ചാനലിൽ അമ്പിളിച്ചേട്ടൻ ടോപ്പാക്കി വെച്ചിട്ടുള്ള പല കഥാപാത്രങ്ങളും ഞാനും പ്രശാന്തോട് ചെയ്തു. എല്ലാ സിനിമയും ചില സീനൊക്കെ അവർ കണ്ടിട്ട് പ്രശാന്തിന്റെ വീട്ടിൽ നിന്ന് അവരുടെ അച്ഛനും അമ്മയും കണ്ടിട്ട് പോലും ചോദിച്ചു, ഇത് ഒറിജിനൽ ജഗതിയാണോ? അല്ല, സിനിമയിൽ ബാക്കിയായിട്ട് ചെയ്തോ? അല്ല, സിനിമയുടെ പോർഷൻ എടുത്ത് ഞങ്ങള് പ്രോഗ്രാം ചെയ്തു. സൂര്യ കോമഡി ചില സിനിമയുടെ സാധനം കാണുമ്പോ അവര് ഞെട്ടി പോവാ. അതെ, ഇതിനകത്ത് ശ്രീരാമ കൂടെ വരുന്നു ആ പാട്ടിനകത്ത് ഞാൻ അതിനകത്ത് ഞെട്ടിപ്പോയി. പിന്നെ ഓട്ടപാത്രത്തിൽ ഞണ്ടു പിന്നെ ഈ സാധനം, അങ്ങനെ കുറെ സാധനങ്ങൾ
പുള്ളിക്കാരൻ്റെ കുറേ സംഭവങ്ങൾ കണ്ടിട്ട് അവരൊക്കെ വന്ന് അതിശയിച്ചിട്ടുണ്ട്. പക്ഷെ ആ പ്രോഗ്രാം അവരൊക്കെ അതിൻ്റെ പ്രൊഡ്യൂസർ ചെന്നൈക്കും പോയി, ഞങ്ങൾ നേരെ വീട്ടിലും അതെ ഒരു വർഷം അടുപ്പിച്ച് ചെയ്തു. അത്യാവശ്യം ബുദ്ധിമുട്ടൊക്കെ മാറി വരുമ്പോഴാണ് അത് അതിന്റെ കാരണമുണ്ട്. അന്നേരമാണ് ഈ വെള്ളപ്പൊക്കത്തിന്റെ കേസിട്ട് വന്നത്. അങ്ങനെ പുള്ളിക്കാരൻ മാറിപ്പോയതാണ്. ചാനലിന്റെ പ്രോഗ്രാം നിർത്തിയതല്ല, അങ്ങനെ നിന്ന് പോയതാണ്. ഇപ്പൊ പേപ്പറിലും ന്യൂസിലും ഒക്കെ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് വയനാട് ഉരുൾപൊട്ടൽ. പക്ഷെ ആ വിഷയം അവിടെ ഉണ്ടായപ്പോൾ നമുക്ക് എല്ലാവർക്കും വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ കൂടി തന്നെയും കലാകാരന്മാർക്ക് കൂടുതൽ വേദന ഉണ്ടായ ഒരു സംഭവമായിരുന്നു. അതെ അതെ അല്ലേ? അത് ഭയങ്കര, അതായത് നമുക്ക് വയനാട് എടുത്തു പറയത്ത കാര്യം കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതായത് ഞാൻ ഈ സംഭവം ഉണ്ടായപ്പോൾ മുണ്ടക്കൈ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ച നമ്മുടെ കേക്കറോട് മുണ്ടക്കയാണ്. ഞാനും അതാ വിചാരിച്ചത്. കിഴക്കൻ മുണ്ടക്കൈ. ആദ്യം ഞങ്ങളുടെ ബന്ധക്കാരെ ഞങ്ങളെ കൊണ്ട് വിളിച്ചു ചോദിച്ചു, നിങ്ങളൊക്കെ അവിടെ ഉണ്ടോ, ഒഴുകി പോയോ എന്ന് ചോദിച്ചു. അപ്പൊ അന്നേരം അവിടെയല്ല, മുണ്ടക്കൈയിലാണ് വയനാടാണ് മനസ്സിലായി. അപ്പൊ ഈ സ്ഥലത്തൊക്കെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ അവിടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ വിളിച്ചപ്പോൾ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുടെ ഫോൺ റിങ്ങില്ല, ഒന്നുമില്ല. അപ്പൊ വേറൊരാളെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ് ആ അദ്ദേഹത്തിന്റെ ഫോണിൽ അവർക്ക് വിളിക്കുന്നില്ല, അവര് എന്തോ സംഭവിച്ചിട്ടുണ്ട് അവർക്കെന്ന് പറഞ്ഞു. അവരെ കുറിച്ച് ഒരു അറിവും ഇല്ലെന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടായി. കാരണം ആ ഒരു അവസ്ഥ നമ്മളാണേലും നമുക്ക് ഒന്നും വരാൻ വരുന്നൊന്നുമില്ല. ഇപ്പൊ ഉരുൾപൊട്ടലോ വെള്ളപ്പൊക്കോ അത് ഇഷ്ടംപോലെ സംഭവങ്ങൾ കലാകാരന്മാരുടെ ജീവിതത്തിൽ ഇപ്പം ഒരുപാട് സംഭവം വന്നു. വെള്ളപ്പൊക്കം വന്നു, കൊറോണ വന്നു, സുനാമി വന്നു. ഇതെല്ലാം സുനാമി വന്നിട്ട് അത്രയും വിഷയം വന്നില്ലല്ലോ. സുനാമി വന്നിട്ട് പിന്നെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ അത്രയും വിഷയം അന്ന് ഉണ്ടായില്ല. അത് പിന്നെ അന്ന് എങ്ങനെയൊക്കെയോ അത് പിന്നെ അവിടെ ഉള്ളവർക്ക് അവർ നഷ്ടപരിഹാരം കൊടുത്തും അതുപോലെ വീട് വെച്ച് കൊടുത്തൊക്കെ അത് മാറി. പക്ഷെ ഈ പിന്നെ വെള്ളപ്പൊക്കത്തിനും ഈ ഇപ്പോഴത്തെ ഈ ഉരുൾപൊട്ടലിനുമാണ് കംപ്ലീറ്റ് ഫണ്ട് ഇപ്പോൾ ഒരു പുതിയ പരിപാടിയാണ്. അതായത് ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഇപ്പം ഈ ഓണത്തിന്, അതായത് നമ്മുടെ കലാകാരന്മാർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഓണ പ്രോഗ്രാം. ഒരു വർഷം നമ്മൾ കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അത് മിമിക്രിക്കാർ മാത്രമല്ല, ഈ മേഖലയിൽ ആള് കൂടുന്നിടത്ത് പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകാരുണ്ട്, പന്തലുകാരുണ്ട്, സൗണ്ടുകാരുണ്ട്, ലൈറ്റുകാരുണ്ട്, നമ്മളെപ്പോലുള്ള ചാനലുകാരുണ്ട്, നമ്മളെപ്പോലെ അഭിനയിക്കുന്നവരുണ്ട്. എല്ലാവരും എല്ലാ മേഖലകളും സ്തംഭിക്കുന്നൊരു ഇതായിപ്പോയി ഈ ഉരുൾപൊട്ടൽ. അതായത് ഈ പിന്നെ ഇപ്പോൾ ഗവൺമെന്റിന് നമ്മൾ കുറ്റം പറയുന്നതല്ല, കാര്യം അവരും അവരുടെ ഭാഗത്തു നിന്ന് എടുക്കുമ്പം ഒരു സംഭവം നടന്നു, അവരന്നേരം നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുക്കണം. പക്ഷെ ഈ നഷ്ടപരിഹാരം ഒഴുകി ചെല്ലുന്നത് അവിടെ കോടികളായിട്ടാണ് ഇപ്പോൾ ചെല്ലുന്നത്. ഇവര് ആദ്യം എടുക്കുന്ന ഒരു തീരുമാനം ആഘോഷങ്ങളൊക്കെ നിർത്തുക. ആഘോഷം നിർത്തിയപ്പോൾ തന്നെ നമ്മുടെ പണി 8-ന് കിട്ടി. കാര്യം ഞാൻ ഇതൊരു പ്രതീക്ഷ നമ്മളെല്ലാം പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നു. കാര്യം ഓണത്തിനൊരു ഇത്ര പ്രോഗ്രാം കിട്ടും, ഇത്ര പ്രോഗ്രാം നമ്മുടെ വീട്ടിൽ ചിലവ് നടക്കും, കുറച്ച് കടങ്ങളൊക്കെ വീടാം, കുറച്ച് ഇപ്പോൾ പിള്ളേരെ കെട്ടിക്കാനുള്ളവർക്ക് അതിന് കുറച്ച് സാമ്പത്തികം ഉണ്ടാകും, വീട് മേടിക്കേണ്ടവരും അഡ്വാൻസ് കൊടുത്തവരും, അങ്ങനെ പല മേഖലകളിൽ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്നത്. 10 ദിവസം പ്രോഗ്രാം നല്ല പ്രോഗ്രാമായിരിക്കും. ഞാനൊക്കെ ചില സമിതിയിൽ കളിച്ചിട്ട്, തിരുവനന്തപുരം സമിതിയിൽ കളിച്ചിട്ട് ഓണത്തിന് തന്നെ 40 പ്രോഗ്രാം ചെയ്തു. ഓണത്തിന് തന്നെ, അതായത് ഡബിളും ത്രിബിളുമാണ് തിരുവനന്തപുരം സമിതി കളിക്കുന്നത്. ത്രിബിളൊക്കെയാണ്. അതായത് അത്തത്തിന്റെ അതിന് മുമ്പേ അവിടുത്തെ ക്ലബ്ബുകളിൽ പരിപാടി തുടങ്ങും. ഒരു ദിവസം 3 പരിപാടി വെച്ച് കളിച്ചുകൊണ്ടിരിക്കും. അത് പോയിട്ട് ഇത്തവണ ഒരു പരിപാടി പോയി. ഈ പിന്നെ വെള്ളപ്പൊക്കം ഈ ഉരുൾപൊട്ടൽ വന്നപ്പം അവരെല്ലാവരും ഇവരെല്ലാം സംഭവിച്ചതാണ്. ഈ പ്രോഗ്രാം പിടിച്ചവരൊക്കെ അതിന് പെട്ടെന്ന് ക്യാൻസൽ ചെയ്തു. ഇപ്പൊ നമ്മളോടൊരു ക്ലബ്ബുകാർ ഒരു പ്രോഗ്രാം നമ്മളെ വിളിച്ച് എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ സംഭവം വന്നപ്പോൾ അവർ വിളിച്ച് പറയണം ആ പ്രോഗ്രാം ക്യാൻസൽ ആയി, ഈ ഫണ്ടെല്ലാം അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ ഇവര് കൊടുക്കുന്ന ഫണ്ട് ഇത് പല ആൾക്കാരും അങ്ങോട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ ഫണ്ട് പോലും നമുക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം പോലും നേരെ അങ്ങോട്ടങ്ങ് പോകും. അങ്ങനെ 10 പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ടുള്ളവര് 10 പോയി കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അങ്ങനത്തെ ഒരു ഭീകരമായ ഒരു സംഭവമായിരുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് അവരാ ശ്രദ്ധിക്കേണ്ടത്. കാര്യം ആഘോഷം ഒന്ന് പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ആഘോഷം വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ആഘോഷം വേണ്ടെന്ന് പറഞ്ഞാൽ ആഘോഷം ഇല്ലാതിരിക്കുമല്ലോ. ഇപ്പൊ ബിവറേജസ് തുറന്ന് അത് ഭയങ്കര ആഘോഷമാണ്. തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം വെടിക്കെട്ട് നടത്തുന്നുണ്ട്. അതല്ലാതെ ഒരു പല പല കുടുംബമേളകളും അതുമായിട്ടും ഇതായിട്ടും ഇപ്പം പിന്നെ തൃശ്ശൂർ പൂരങ്ങള് അങ്ങനെയുള്ള കാശുമുടക്കുള്ള സംഭവങ്ങൾ മിക്കവാറും എല്ലായിടത്തും നടക്കുന്നുണ്ട്. കലാപരിപാടികൾ മാത്രം നിർത്തുന്നു എന്ന് പറഞ്ഞാൽ അത് നല്ല കലാപരമായിട്ടുള്ള പണി ആദ്യം കിട്ടുന്നത്. പക്ഷെ അത് വളരെ ഒരു മോശമായ ഒരു നടപടിയാണെന്ന് പറയുന്നത്. കാര്യം നമ്മള് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. സ്റ്റേജ് കലാകാരന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ.
പിന്നെ ഇതിനിടയ്ക്ക് കുറച്ച് പേര് ചാനലിനകത്ത് പോകുന്നവരുണ്ട്, കുറച്ച് പേര് പണിക്ക് പോകുന്നവരുണ്ട്. എന്നാൽ ഈ ചാനലിനകത്ത് പണിക്കും പോകാതെ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ചാനലിൽ പരിപാടിക്ക് പോകും. അതീ പറഞ്ഞ ചാനലിൽ ചെന്നാൽ ഉടനെ കൊണ്ട് ലക്ഷങ്ങൾ കിട്ടുന്നില്ല. നമ്മളൊരു പ്രോഗ്രാം ചെയ്ത് ചിലപ്പോൾ അത് 1 മാസം 2 മാസം കഴിയുമ്പോഴായിരിക്കും അതിന്റെ പേയ്മെന്റ് കിട്ടുന്നത്. അവർ ബില്ലൊക്കെ പാസ്സായി ടെലികാസ്റ്റിംഗ് കഴിഞ്ഞ് പിന്നെയും സമയത്താണ് പൈസ ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് പേയ്മെന്റ് ഓക്കെയാണ്. അവിടെ എല്ലാവർക്കും സ്റ്റേജ് ഷോയോടാണ് മിക്കവരും. സിനിമാ താരങ്ങൾ വരെ സ്റ്റേജ് ഷോ കൊണ്ടാണ് കൂടുതലും പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നീടാണ് അവർക്ക് ചില സിനിമാ താരങ്ങൾ സ്റ്റേജിൽ നിന്നും ഉണ്ടാക്കുന്നത്. ചില നല്ല നമുക്ക് അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. സിനിമയിൽ കിട്ടുന്നേക്കാളും കൂടുതലും പ്രതിഫലം അവർ സ്റ്റേജിൽ നിന്ന് മേടിക്കും. അതിലൊരു മുഖം കാണിച്ചാൽ മതി സ്റ്റേജിൽ കൂടുതൽ പറഞ്ഞു മേടിക്കും. ഇതിപ്പോ അത് പറഞ്ഞു മേടിക്കാൻ ഇത്തവണ ഓണം നമുക്ക് പരിപാടിയില്ല. എനിക്ക് ഈ ഓണത്തിന് മുമ്പായിട്ട് ഒരു 2-3 സമിതികളൊക്കെ നമ്മൾ പല സമിതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ ഒരു 7, 8, 9, 10 പരിപാടികളോട് അടുപ്പിച്ചുണ്ടായിരുന്നു. അപ്പോൾ വന്ന് ഒരു പ്രോഗ്രാമിൽ ഇപ്പം നിൽക്കുക. തൃശ്ശൂർ ഒരു പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ഒട്ടുമുക്ക സമിതികളിലും ഗാനമേളയ്ക്ക് ഞാൻ ഗ്യാപ്പ് ഷോ ചെയ്യാൻ പോകുന്നുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് ഷോസ് കിട്ടുന്നുണ്ട്. പിന്നെ മെഗാ ഷോകളെ വിദേശ പര്യടനങ്ങളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. കോട്ടയം ന്യൂസിൻ്റെ കൂടെ ഞാൻ ഒരുപാട് ഷോയ്ക്ക് പോകുന്നുണ്ട് വിദേശത്തിൽ. പിന്നെ ദൈവാനുഗ്രഹിക്കുവാണെങ്കിൽ അമേരിക്കയിലൊക്കെ ഒരു പ്രോഗ്രാം വരുന്നുണ്ടെന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണ്. അതിനേക്കാളും വലിയ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഈ ഉരുൾപൊട്ടുന്നതിന് ഒരാഴ്ച മുമ്പ് നമ്മുടെ ഒരു സുഹൃത്ത്, ഒരു പാട്ടുകാരനാണ്, പുള്ളിക്കാരൻ എന്നോട് ഇവിടെ വന്നിരുന്നു സംസാരിച്ചു. എന്നോട് ചോദിച്ചു, സാലി ചേട്ടാ നമുക്കൊരു വിദേശ ട്രിപ്പ് ഉണ്ട്, പോകാൻ താല്പര്യം പോയി, ഓണത്തിന് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഓണത്തിന് നമുക്ക് ഇവിടുത്തെ പരിപാടി നോക്കണ്ട, ഒരു 6 മാസത്തേക്ക് നമ്മളിവിടുന്ന് ഓസ്ട്രേലിയയിൽ ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട്. അങ്ങനെ കൊണ്ട് 6 മാസമല്ലേ. അപ്പം നമുക്ക് എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ നമ്മളെന്തായാലും മനസ്സിലിങ്ങനെ 6 മാസം ഇത്ര രൂപ ഇത്ര പേയ്മെൻറ്റ്, പിള്ളേർ 2 പേരെ കിട്ടിയിട്ട് ഇവിടെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം നടന്നു പോകും. എല്ലാം സന്തോഷമായിട്ടിരുന്ന്. അപ്പം പിന്നെ അമേരിക്കയിലുള്ള ആൾ ഇവിടുത്തെ കോർഡിനേറ്റർക്ക് ഞങ്ങളെ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടി അഡ്വാൻസ് വിട്ടുകൊടുത്തു. അഡ്വാൻസും ചെയ്തു. അഡ്വാൻസ് കൈപ്പറ്റി. അപ്പം എന്നെ വിളിച്ച് പറഞ്ഞു അഡ്വാൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്, അടുത്ത ദിവസങ്ങളിൽ എല്ലാവരും വിളിച്ച് കൂട്ടിയിട്ട് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാണെന്ന് പറഞ്ഞാൽ ഒരു 6 മാസത്തെ പ്രോഗ്രാമിന് എതിരെ കളിച്ചാൽ 1 ലക്ഷം രൂപയ്ക്ക് മേലെ അഡ്വാൻസ് കൊടുക്കും. അത് ഉറപ്പാണ്. കാര്യം 6 മാസം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കും. അപ്പോൾ വീട്ടുകാരുടെ ചിലവെല്ലാം നടക്കണം. അപ്പോൾ ആ ഒരു പ്രതീക്ഷയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഉരുള് പൊട്ടുന്നത്. എൻ്റെ പൊന്നെ, അന്നേരം 2 ദിവസം കഴിഞ്ഞില്ല ഈ പൈസ കൈവച്ചിട്ടുണ്ടെന്ന് തന്നെ വിളിച്ച് പറഞ്ഞു. അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ച് ഇപ്പം പരിപാടി നടത്താൻ പറ്റത്തില്ല, അഡ്വാൻസ് കൊടുക്കരുത്, അത് ഓണപ്പരിപാടി ക്യാൻസലായിപ്പോയി. അവർ വന്നിട്ട് ഇപ്പം ഇങ്ങനെ അവർ ചെറിയ നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ക്രിസ്മസിന് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ഉള്ളിലൊരു ചെറിയൊരു വിശ്വാസം, അപ്പോൾ ക്രിസ്മസിന് പോകാം എന്നുള്ളത്. അങ്ങനെ ഒരു പണികൾ കിട്ടി ഈ ഉരുൾപൊട്ടൽ കാരണം. പക്ഷെ അമേരിക്കയിലുള്ളവരും ഓസ്ട്രേലിയയിലുള്ളവരും വിദേശത്തുള്ള പലരും ഇവർക്ക് വേണ്ടി പൈസ കൊടുക്കും. എന്നാൽ ഇവരെ ഒന്ന് ചിന്തിക്കണം, ഈ ഉരുൾപൊട്ടി ഇത്ര ആളെ ഉള്ളൂ, അത് നമ്മൾ കുറ്റമായിട്ടോ കാണുന്നവരതൊരു തെറ്റായിട്ടോ കൊടുക്കരുത്. കലാകാരന്മാർ അവസ്ഥ കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അവർക്ക് കിട്ടാനുള്ള മുഴുവൻ കിട്ടിയോടെ അല്ലേ. ഒരു 300 പേർക്ക് വീട് വെക്കുന്നതിന് വരെ 3000 പേർക്ക് വരുന്നുണ്ട്. ഓരോരുത്തർ സ്ഥലം കൊടുക്കുന്നുണ്ട്, ചിലർ വീട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോട്ടയത്തിൽ തന്നെ ഇവിടെ ഒരു നമ്മുടെ പുള്ളിക്കാരനുണ്ടല്ലോ, ഒരു അച്ചാൻസ് ഗോൾഡ്, ആ അച്ചാൻസിന്റെ അവിടെ നിന്ന് ടോണി വരെ പോയി 3 വണ്ടിയാണ് കോട്ടയത്തിൽ നിന്ന് പോയത്. 3 വണ്ടി പോയി സാധനം കൊടുത്തു. അതുപോലെ പലരും എല്ലാവരും കൊടുത്തു. ഒരു 2 ദിവസം ബസ്സുകാർ 2 ദിവസത്തെ കളക്ഷൻ അവർ കൊടുത്തു. അപ്പൊ ഞാനാണെങ്കിൽ അവരെക്കാളും കൂടുതൽ ഞാനാ കൊടുത്തു. കാര്യം എന്റെ 6 മാസത്തെ പ്രോഗ്രാമിന്റെ പൈസ അവിടെ ചെന്നത് 20 ലക്ഷം രൂപ കണക്കിലില്ലാതെ പോയത്. അത് ഞാനത് ചെയ്തിട്ട് 10-20 ലക്ഷം രൂപ എന്റെ കൈ വന്നാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സമാധാനമുണ്ട്, നമ്മുടെ പൈസ അവിടെ ചെന്നു, നമുക്ക് കിട്ടേണ്ട പൈസ. വിഷമമില്ല എങ്കിലും അവര് അവർക്ക് ഇപ്പം സംഭവിച്ചു പോയെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ആരും കുറ്റമല്ല. അത് ഇവർക്ക് ഗവൺമെന്റിന് കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു. ഇത്രയും ഇപ്പൊ 1 പറഞ്ഞ 2-ാമത്തെ ഇവരെല്ലാം കലാപരിപാടി അങ്ങ് മൊത്തം ആഘോഷം നിർത്തുകയാണ് പറഞ്ഞത്. ഇത് ആഘോഷമാണോ? ഉപജീവനമാർഗമല്ലേ ഇത്? ഇത് ആഘോഷിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് എല്ലാവരും ഈ കലാപരിപാടി കാണാൻ പറ്റുന്നത്. കുറച്ച് പലരും ഒരേ മനസ്സുള്ളവരല്ല, പലരും പല ടെൻഷനിലാണ് ജീവിക്കുന്നത്. അത്ര കാശുണ്ടെങ്കിൽ അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രയാസവും വിഷമവും ദുഃഖങ്ങളും ഉണ്ട്. അപ്പൊ അവർക്ക് ഈ കോമഡി പ്രോഗ്രാം ഒക്കെ കാണുമ്പോൾ ചെറിയൊരു മനസ്സിന് അതിനുവേണ്ടിയാണെങ്കിൽ ഇതൊക്കെ പണ്ട് മുതലേ ചെയ്യുന്നത്. ടെൻഷൻ അടിച്ച സമയത്ത് സ്കെച്ചുകൾ കണ്ട് ഞാനൊന്ന് റിലീഫ് അങ്ങനെ നമ്മൾ പറ്റത്തുള്ളൂ, റിലാക്സ് അങ്ങനെ കിട്ടത്തുള്ളൂ.
അല്ല നമുക്ക് പെട്ടെന്നൊരു സ്വന്തമായിട്ട് നമ്മൾ എന്നാ ചെയ്തിട്ടില്ല അങ്ങനെ പുറത്ത് നിൽക്കുന്നവരുണ്ടോ ഇതിന് വട്ടാണ്. തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് കുഴപ്പമില്ല, ഒരു മൊബൈൽ എടുത്ത് പിടിക്കാതെ എത്ര വട്ടുള്ളവരും അവര് ഇതായിരുന്നു. രണ്ട് മൊബൈലുമായിട്ട് നടക്കുമ്പോൾ തന്നെ വട്ടനാന്ന് പറയാം. ഞാൻ പ്രഷർ എടുത്ത് കുറച്ച് അല്പം മുമ്പ് നമ്മൾ തുടങ്ങിയ സമയത്ത് പറഞ്ഞായിരുന്നു ഞങ്ങൾ തമ്മിലൊരു ചെറിയ ബന്ധമുണ്ട്. ശാലിൻ ചേട്ടൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോ അത് എനിക്ക് തോന്നുന്നു ഈ മുടി വളർന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ചോദിക്കാം. നമ്മള് ഒരു 15 വർഷം മുന്നേ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്ത 15 താഴെ. ലൊക്കേഷൻ പറഞ്ഞുതരാം. കോഴിക്കോട് രാമനാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലം. രാമനാട്ടുകര. അന്ന് വഴിപ്പിടി ആലോചിക്കാൻ സമയം തരാം. അതാ പറഞ്ഞത്. എനിക്ക് കോഴിക്കോട് ഇച്ചിരൂടെ ക്ലിയർ ആയിട്ട് പറയാം. ഒരു ഹോം സിനിമയുടെ ഒരു വർക്ക്. നമ്മുടെ അവന്റെ കൂടെ ഇല്ലായിരുന്നു. അവന്റെ പേരെന്നായിരുന്നു ക്യാമറ അന്നവിടെ ഉണ്ടായിരുന്നേ. വരുന്നേ ഉള്ളൂ, ഓർമ്മ വരുന്ന വരുന്നേ ഉള്ളൂ. അതൊരു ജയന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അല്ല, ജയന്റെ അല്ല, ഒരു ഹോം സിനിമയാണ്. കോഴിക്കോട് രാമനാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ തമ്മിൽ ഒന്നിച്ച് റോഡിൽ കൂടെ ഒരു ഷോട്ട്, ഒന്നല്ല, നമ്മൾ അതിനകത്ത് 1-2 സീനുകൾ ചെയ്തായിരുന്നു. അതില് റോഡിൽ കൂടെ നമ്മൾ എന്തൊക്കെ ഒരു നമ്മൾ 2 കഥാപാത്രങ്ങളാണ് എന്തൊക്കെയോ പറഞ്ഞു വരുന്നൊരു സംഭവം ചെയ്തായിരുന്നു. കോഴിക്കോട് ചേർന്നതോ ആലപ്പുഴ? കോഴിക്കോട്. അതിന്റെ പേരെന്നായിരുന്നു? അതിന്റെ പേര് ഞാൻ ഓർക്കുന്നത്, ഞാൻ വിട്ടുപോയി. സിനിമയാണ് അവിടെ മലപ്പുറം ഏരിയ, വടക്കൻ കേരളത്തിലൊക്കെ. അത് ഈ പുള്ളിക്കാരല്ലേ അതിന്റെ പേരെന്നായിരുന്നു? ഡയറക്ടറുടെ പേര് എനിക്കറിയാം. അങ്ങനെയാണ്. പി ടി ചന്ദ്രൻ. എന്റെ പോലെ അത് നമ്മൾ ഇവിടെ വെച്ചാണ് ചെയ്തത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എവിടെ? ആലപ്പുഴ വെച്ച്. കോഴിക്കോട് രാമനാട്ടുകര. അതെ. പിന്നെ ആലപ്പുഴ ഞാൻ വന്നിട്ടില്ല. ഞാൻ ആലപ്പുഴ നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിൽ കയറി ചെല്ലുന്നത്. അതാ ഞാൻ പറഞ്ഞു മുടിയുടെ കാര്യം ഞാനിപ്പോഴല്ല, അതല്ലേ ഞാൻ പറഞ്ഞേ. അത് എന്റെ ഒരു കോസ്റ്റ്യൂം മറന്നു വെച്ചിട്ട് ഞാൻ ഒരു ഷർട്ട് അവിടെ മറന്നു വെച്ചിട്ട് പോയി. വേറൊരു അന്നൊരു പ്രോഗ്രാമിന് പോയിട്ട് ചന്ദ്രൻ സാർ എന്നെ വഴക്കൊക്കെ പറഞ്ഞു. ഇതാണ് സസ്പെൻസ്. ഞാൻ വെണ്ണിക്കുളത്താണ്. അതാ ഞാൻ പറഞ്ഞു മുടിയില്ല. മുടി ഇപ്പൊ ഏകദേശം 1 വർഷം കൊണ്ടായി. നമ്മൾ രണ്ടുപേരും ചെയ്തു. അന്നെന്നോട് പുള്ളിക്കാരൻ പറഞ്ഞു, അന്ന് എന്റെ അപ്പിയറൻസ് ജഗതിയുടെ അപ്പിയറൻസ് ക്യാമറയുടെ ഫ്രണ്ടിൽ ചെന്ന് എന്നോട് പറഞ്ഞു ജഗതി ഇരിക്കുന്ന പോലെ ഞാൻ എങ്ങനെ മുടി ചെയ്തിട്ട് പിന്നെ അതങ്ങനെ ചെയ്തോളാൻ അങ്ങനെ പറയാം. ചന്ദ്രൻ സാർ ശരിയാ, ഇപ്പോഴും ഓക്കെ. അതാ ഞാൻ പറഞ്ഞു മുടി ഒന്നും എനിക്ക് കിട്ടിയില്ല. മുടി ഇപ്പൊ 1 വർഷം കണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ആയിരുന്നു അതിനകത്ത് കുറെ സാധനം ചെയ്തു. ചേച്ചിയുടെ പേര് ശാന്തകുമാരി ചേച്ചി. എന്നോ വൈബല്ലേ ചേച്ചിയുമായിട്ട് കൂടെ സഹകരിക്കുമ്പോൾ. അന്ന് എനിക്കൊരു സീനിൽ അതായത് ഒരു തുണി ഇറങ്ങി കൊണ്ടിരുന്നപ്പോ ഞാൻ അടുത്ത് ചെന്ന് വർത്താനം പറയുമ്പോൾ എനിക്കൊരു കരയേണ്ട ഒരു സീനുണ്ട് അതിനകത്ത്. പക്ഷെ അന്ന് ഓട്ടോമാറ്റിക്കലി എന്റെ കണ്ണിക്കൂടി വെള്ളം സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എനിക്ക് കിട്ടേണ്ട വേഷമല്ലായിരുന്നു, അത് മധുവിന്റെ വേഷമായിരുന്നു. പുന്നപ്ര മധുവിനെ പറഞ്ഞിരുന്നൊരു വേഷം. പുന്നപ്രയാണ് എന്നെ പറഞ്ഞത്. അത് കഴിഞ്ഞ് അന്നേരമാണ് നമ്മൾ തകർത്തിട്ട്. പക്ഷെ എനിക്കന്ന് കോണ്ടാക്ട് ചെയ്യാനോ പിന്നെ നമ്മള് അന്ന് പോയില്ല. അതെ അതെ അതെ. അന്ന് എനിക്ക് നിങ്ങള് സാമ്യപ്പെടുത്തുന്ന ഒരു ഫിഗർ ഉണ്ടായിരുന്നേ, എന്റെ ഒരു കൂട്ടുകാരൻ. അതായത് നമ്മുടെ സുനിൽ കായംകുളം എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സുനിൽ കായംകുളത്തിന്റെ ഒരു ഷേപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അതെല്ലാം പോയില്ലേ? ഇല്ല, അത് തന്നെ. നിങ്ങള് താടി മുടി മാത്രം ഇച്ചിരി കൂടുതലുണ്ടെന്നുള്ളത് നല്ല സാധനം. ഇത് തന്നെ അവന് ഇതുപോലെ തന്നെ വർത്താനം പറഞ്ഞിരിക്കുന്നത്. സസ്പെൻസ് ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നു. സസ്പെൻസ് അത് ഭയങ്കര സസ്പെൻസ്. അത് ഒത്തിരി ആ കാലഘട്ടമായിരുന്നു. 1000 ഘാതം. 1000 കാലം വരെ കണ്ടോ. ഞാൻ വരെ അതിന്റെ മറന്നുപോയി. അപ്പൊ അത് ഓർത്തു. നമ്മുടെ അതിനകത്ത് പേരൊക്കെ വേറെ കാര്യം. അന്ന് ഞാൻ 2-3 ഹോം സിനിമ ചെയ്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ പേരൊക്കെ ഓർക്കാതെ വന്നത്. അല്ല, അതിനകത്ത് ഇത് പത്രത്തിനകത്ത് അതിന്റെ പരസ്യം വന്നായിരുന്നു. അപ്പൊ ഈ പരസ്യം വന്നപ്പോ ഞാനത് ക്ലിപ്പ് വെട്ടിയെടുത്ത് ആദ്യമായിട്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു സംഭവം വരുന്നത് ഹോം സിനിമ. പക്ഷെ അത് പിന്നീട് ഞാൻ ആ ഭാഗത്ത് പ്രോഗ്രാമിൽ ചെന്നപ്പോ എന്നെ കണ്ട് ആൾക്കാർ തിരിച്ചറിഞ്ഞു ആ ഭാഗത്ത് ചെന്നപ്പോ. അത് കഴിഞ്ഞാണ് നമുക്ക് ചാനലൊക്കെ ഇതുപോലെ പെട്ടെന്ന് ഇഷ്ടംപോലെ ചാനൽ, കൈരളിയാണേലും
ആദ്യമായിട്ട് ഇപ്പം ഏഷ്യാനെറ്റ് കഴിഞ്ഞ ഉടനെ മഴവില്ല് കഴിഞ്ഞ ഉടനെ അവിടുന്ന് നേരെ പിന്നെ ഫ്ലവേഴ്സ്, അങ്ങനെ ഓരോ ചാനലുകളും തുടങ്ങുന്നതനുസരിച്ച് നമ്മൾ അതിലോട്ട് ചാടിച്ചാടി ഇങ്ങനെ പോകുകയാണ്. അങ്ങനെ ജീവിതം ഇവിടെ വരെ എത്തിച്ചു. രണ്ട് പെൺകുട്ടികൾ. മൂത്തയാള് കല്യാണം ഇങ്ങനെ പറഞ്ഞു ഏകദേശമൊക്കെ ആയി നിൽക്കുന്നു മൂത്തയാൾക്ക്. അത് ഡിസംബർ ജനുവരിയോടുകൂടി ഒക്കെ നടക്കണം എന്നുള്ള ഒരു പ്ലാനിലാണ് നിൽക്കുന്നത്. മൂത്തയാള് ഇവിടെ കാക്കനാടാണ് ജോലി, ഇൻഫോ പാർക്കിൽ. രണ്ടാമത്തെ ആള് നമ്മുടെ ഫീൽഡ് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഫീൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ഈ വിഷ്വൽ എഫക്ട്സ് ആണ് പഠിച്ചത്. അങ്ങനെ അവള് കോട്ടയത്ത് പഠിച്ചിട്ട് ചെന്നൈയിലായിരുന്നു ജോലി, VFX. അങ്ങനെ ജോലിയായിരുന്നു. വൈഫിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, എന്നെ മേയ്ക്കുക, എന്നെ സഹിക്കുക. ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ എന്താ? അങ്ങനെയൊന്നുമില്ല, എനിക്ക് എല്ലാ ഫുഡും എന്തും കഴിക്കും. അതായത് നമ്മൾ അങ്ങനെ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഈ തിരുവോണത്തിന്റെ ഈ സായം സന്ധ്യയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ ചെറിയ കലാകാരനല്ല, വലിയൊരു കലാകാരന്റെ മുമ്പിൽ ഈ തിരുവോണ നാളിൽ ഇരിക്കാൻ സാധിച്ചതിൽ, കുറച്ച് സമയം നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചതിൽ വളരെ വളരെ ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. അദ്ദേഹത്തിന് ഇനിയും വാക്കുകൾ കൂടുതൽ കിട്ടട്ടെ, ഉയരങ്ങളിലെത്തട്ടെ എന്ന ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരോട് എന്തെങ്കിലും രണ്ടു വാക്കുകളായി പറഞ്ഞ് നമുക്ക് നിർത്താം. പ്രേക്ഷകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കലാകാരന്മാരും ഈ കല കൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും വരുമ്പോൾ നമ്മുടെ കലാകാരന്മാർക്ക് കിട്ടാനുള്ളത് അവിടെ കൊടുക്കണം. കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫണ്ട് അങ്ങോട്ട് കൊടുത്തിട്ട് പരിപാടി ക്യാൻസൽ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാതെ ഈ ഓണത്തിന് നിങ്ങളുടെ ഇടയിലോട്ട് വന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഇടയിലോട്ട് വരുന്നത്. ഇതുപോലുള്ള ചാനൽ ഷോ ആയിട്ടും സ്റ്റേജ് ഷോ ആയിട്ടും ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ വരുമ്പോൾ ഞങ്ങളെ അതുപോലെ തന്നെ പ്രോഗ്രാം ക്യാൻസൽ ആക്കാതെ ഞങ്ങളെ നന്നാക്കി വിടണം എന്നേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.